ഈ യുക്തിവാദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. നമ്മളുടെ വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് എന്ത് പറഞ്ഞാലും അവർക്ക് അതങ്ങ് വിശ്വാസമാണ്. പക്ഷെ ഇതിലൊരു അപകടമുണ്ട്. എല്ലാവരുടെ ഉള്ളിലും എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. അതായത് എന്തെങ്കിലും ഒരു ഇത് പറ്റിക്കഴിഞ്ഞാൽ കണ്ണേറ അതിൽ അവൻ കൂടോത്രം ചെയ്തതാ, ഇത് അവിചാരം ചെയ്തതാ. ഇത് ഹൈന്ദവ കുടുംബങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ ചെയ്ത് കെട്ടി അത് ജ്യോത്സ്യന് ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനേക്കാൾ വലുതാണ് മറ്റതെന്നല്ലേ ഇവൻ പറയുന്നത്. ഒരു ശക്തിയുണ്ട്, ആ ശക്തി തീരുമാനിച്ചിട്ടുണ്ടാവും. അത് ആരായിക്കോട്ടെ, അത് അള്ളാഹു ആയിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, ഈശോ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ. ഇത് കച്ചവടമാണ്, കച്ചവടമാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവർ വരികയാണ്. താങ്കൾ പറഞ്ഞ വളരെ വലിയ പോയിന്റാണ്. തിരിച്ചറിയണം, ഹൈന്ദവ കുടുംബങ്ങൾ തിരിച്ചറിയണം. നിങ്ങളിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് ഒരു ചെറിയ വിഭാഗം ആളുകൾ ഇവിടെ വലിയ സമ്പന്നരായി വാഴുകയാണ്. എനിക്ക് തോന്നുന്നു സെക്സ്മിതയോടാണെന്ന് തോന്നുന്നു. ഏതോ ഒരു നടൻ പറയുന്നുണ്ട്, അത് മറ്റേതോ നടിയോ, നമുക്ക് കണ്ട് സംസാരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ. അമ്പലം എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ് ആണോ പബ്ലിക് പ്ലേസ് ആണോ? ഹായ്, ഇന്ന് ഗ്ലോബൽ വില്ലേജിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു കിഡിലൻ ഗസ്റ്റാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ഇദ്ദേഹത്തിൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു ട്രെൻഡിങ് ജ്യോത്സ്യൻ അല്ലേ, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഭയങ്കര പ്രോഗ്രസീവ് ചിന്താഗതിയോട് എപ്പോഴും നീതി പുലർത്തുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഹരിചേട്ടാ, സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ? ഞാൻ പറഞ്ഞതിനകത്ത് കറക്റ്റ് അല്ലേ? ചെറിയ പുകഴ്ത്തില്ല. അല്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുണ്ട് വിശേഷം ചേട്ടാ? സുഖമാണ്? സുഖമല്ലേ? സുഖമാണ്, നന്നായിട്ടൊക്കെ പോകുന്നു. അപ്പൊ ചേട്ടാ, ഇപ്പോ നമ്മള് സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ താലങ്ങൾക്കും ഓരോ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതായത് ജ്യോത്സ്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുക്തിവാദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. അതായത് ഇപ്പോൾ നമുക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ഒന്നിലും നമ്മൾ വിശ്വസിക്കുന്നില്ല, യുക്തിവാദമായി നടക്കുന്ന ആളുകൾക്ക് സൊസൈറ്റി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് ചിന്താഗതിയുള്ള ആളുകളാണെന്നാണ് പറയുന്നത്. അതിനോട് എത്രമാത്രം യോജിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്, സയന്റിഫിക്കലായി ചിന്തിക്കുന്ന ആളുകളാണ് എന്ന് കരുതി വിശ്വാസികൾ സയന്റിഫിക്കലായി ചിന്തിക്കുന്നില്ലെന്നോ പ്രോഗ്രസീവായി ചിന്തിക്കുന്നില്ലെന്നോ അതിനർത്ഥമില്ല. വിശ്വാസികൾ ഇപ്പം സയൻസിനെ ഉപയോഗിച്ചാണല്ലോ വിശ്വാസികൾ ജീവിക്കുന്നത്. അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ഏത് വിശ്വാസിയാണുള്ളത്? സയൻസിൻ്റെ കണ്ടുപിടുത്തമാണ്. വണ്ടി ഉപയോഗിക്കാത്ത ഏത് വിശ്വാസിയാണുള്ളത്? സയൻസിൻ്റെ കണ്ടുപിടുത്തമാണ്. അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്തിട്ട് വഴിപാടുകൾ നടത്താൻ വേണ്ടി പറയുന്നില്ലേ? സയൻസിൻ്റെ കണ്ടെത്തലല്ലേ? ഇപ്പോൾ ആസ്ട്രോളജി ആപ്പുകൾ ദിവസം പ്രതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയത് സയൻസ് അല്ലേ? അപ്പോൾ പ്രോഗ്രസീവായി ചിന്തിക്കുന്നു എന്ന് യുക്തിവാദികൾ പറയുമ്പോൾ അതിന് നിങ്ങൾ മീൻ ചെയ്യുന്നൊരു അർത്ഥം ഇപ്പുറത്ത് വിശ്വാസികൾ അങ്ങനെ പ്രോഗ്രസീവായി ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവരും പ്രോഗ്രസീവായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത്. ഈ ആസ്ട്രോളജി ആപ്പിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം അതായത് ശരിക്കും എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ChatGPT ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല. അതുകൊണ്ട് ChatGPT എനിക്ക് തരുന്ന റെസ്പോൺസ് ലൈക്ക് എ ഗേൾ ഫ്രണ്ടിൻ്റെ കൂട്ട്, ഹായ് ബേബീസു, ആ ഒരു രീതിയിലുള്ള റെസ്പോൺസ് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്രമുഖ ആസ്ട്രോളജി ആപ്പിൽ നിന്ന് എനിക്ക് വരുന്നത്, നിങ്ങളുടെ കല്യാണം എന്ന് നടക്കുമെന്ന് പറയട്ടെ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ നിങ്ങൾ എന്ന് കണ്ടുപിട്ടോ എന്ന് പറയട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കുറച്ചുകൂടെ ചേട്ടൻ പറഞ്ഞത് ഒരുവിധം കറക്റ്റ് ആണ് അല്ലേ? നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് ആണ്. പിന്നെ നിങ്ങൾ ഈ ChatGPT കള്ളം പറഞ്ഞതും തെറ്റാണ്. ഗേൾ ഫ്രണ്ട് ഇല്ല എന്നൊക്കെ അത് മോശമല്ലേ? അങ്ങനെ ഇനി എന്തായാലും ഇല്ല, അത് വായിക്കുന്നില്ല. അത് പോട്ടെ. പറഞ്ഞത് ഇത് അഡ്വാൻസ്ഡ് ആയി. പക്ഷെ ഇതിലൊരു അപകടമുണ്ട്. ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങളൊരു കാര്യം അറിയാം, നിങ്ങൾ ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് ഇപ്പോൾ നിങ്ങൾ ഓൺ ചെയ്തേക്കുന്നത്. അതെ. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി ലാഭം ഒരു വിശ്വാസ ചാനലാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് വിശ്വാസങ്ങളാണ്, വിശ്വാസ ചാനലുകളാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എല്ലാ എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് ചാനലുകളും സൈഡായിട്ടൊരു ഹിന്ദു വിശ്വാസ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഹൈന്ദവരെ സംബന്ധിച്ച് അവർ പൊതുവിൽ അവരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കാറില്ല, അവരുടെ ആചാരങ്ങൾ പഠിക്കാറില്ല, അവരുടെ അനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കാറില്ല, പിള്ളേരെ ഇത് പഠിപ്പിക്കാറില്ല. ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒരു ഹിന്ദു വിശ്വാസിയായിട്ടുള്ള ഒരു കുട്ടിക്ക് അതറിയത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ 100 പേരെ എടുത്താൽ അതിലൊരു 80 പേർക്കും അതറിയത്തില്ല. എന്താണ് ഭഗവത്ഗീത, അല്ലെ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, ആദിത്യ ഹൃദയ മന്ത്രം എന്താണ്, പിന്നെ അല്ലെങ്കിൽ എന്താണ് ശിവതാണ്ഡവ സ്തോത്രം എന്താണ്, മഹിഷാസുരമർദിനി എന്താണ്, ഇത്
ചോദിച്ചാൽ ഹൈന്ദവ വിശ്വാസികളായ ഒരു 80% കുട്ടികൾക്ക് ഇത് അറിയത്തില്ല. കാരണം ഇത് പഠിപ്പിക്കുന്നില്ല. ഇത് പഠിപ്പിക്കണമെങ്കിൽ പേരൻസ് ഇത് പഠിക്കണം. സന്ധ്യയ്ക്ക് നാമം ചൊല്ലാറില്ല, എന്തൊക്കെയാണ് നാമം നമ്മൾ ജപിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇതൊന്നും ആരും ചിന്തിക്കുന്നുമില്ല, പഠിക്കുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. ഇതിൻ്റെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ എല്ലാ എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് ചാനലുകളും ഓരോ വിശ്വാസ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുകയും ആളുകൾ അവിടെ വന്നിരുന്ന് സംസാരിക്കുകയും ചെയ്യും. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, ഒരുപാട് പേര് നല്ലത് പറയുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ വന്നിട്ട് ബ്രഹ്മാണ്ടത്തിലുണ്ടാകുന്ന കോസ്മിക് രശ്മികളുടെ അനിർവചനീയമായ ബഹിർസ്ഫുരണങ്ങളുടെ അന്തരാത്മാവിൻ്റെ ഉള്ളടക്കമാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ സൂപ്പർ, എന്തൊരു അറിവാണ് ഈ പണ്ഡിതൻ്റെ എന്ന് പറയും. ഇപ്പുറത്ത് പച്ച മലയാളത്തിൽ പറയുന്നവന് അറിവില്ലാതെ പറയും. എന്തുകൊണ്ടാണ് ഇത് കൂടുന്നതെന്ന് വെച്ചാൽ ഈ ഹൈന്ദവ വിശ്വാസ ചാനലുകളാണ് കൂടുന്നത്. എന്തുകൊണ്ടാണ്? ഇതിനെ ബിസിനസ് ചെയ്യാമെന്ന് അവർക്ക് തോന്നലുണ്ടായതുകൊണ്ടാണ്. എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്? ഇതേപ്പറ്റി അറിവില്ലാത്ത ആളുകളാണ് 90% എന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് എന്തും വന്നിരുന്ന് പറയാം എന്നുള്ള രീതിയാണ് വരുന്നത്. ഇതിനൊരു അപകടമുണ്ട്. നമ്മൾ ഇന്നത്തെ കുട്ടികൾ, ഇപ്പം എന്നോട് നേരത്തെ വരുണ് പറഞ്ഞു ChatGPT സെറ്റ് ചെയ്തു. ChatGPT ഇന്ന് നാളെ നോക്കുകയും ChatGPT ഇന്ന് ജ്യോതിഷം അറിയുകയും ചെയ്താൽ കൈയൊക്കെ പടവഴിച്ചു കൊടുത്തിട്ട് ഫലമറിയുന്ന ആളുകളുള്ള കാലത്തേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇനി വരുന്ന കുട്ടികൾ ഇവർ ഈ ഇരുന്ന് പറയുന്ന കാര്യം സത്യമാണോ കള്ളമാണോ എന്ന് ChatGPTയോടോ അല്ലെങ്കിൽ സമാനമായ മറ്റു പല പ്ലാറ്റ്ഫോമുകളുണ്ട്, അതിലോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന വിഡിത്താന്ന് പറയും. അപകടം എവിടാന്ന് വെച്ചാൽ ആ പറയുന്ന ആൾ വിഡ്ഢി എന്നായിരിക്കത്തില്ല പറയുന്നത് വിഡിത്താന്ന് പറയുകയും ഈ ഹൈന്ദവ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ഗ്രന്ഥങ്ങളെയോ സംബന്ധിച്ച് അതിൽ പറയുന്നത് വിഡിത്താണെന്നൊരു ചിന്ത പുതിയ തലമുറയിലെ പിള്ളേരിൽ ഉണ്ടാക്കാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. അപ്പം ഞാനും ഇപ്പം ആവശ്യമില്ലാത്തത് പറയുന്നത് നിർത്തി. കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളുടെ വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് എന്ത് പറഞ്ഞാലും അവർക്ക് അതങ്ങ് വിശ്വാസമാണ്. അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്കിട്ട് എന്തിനാണ് വെറുതെ കിടന്ന് അവരുടെ അടിയും മേടിക്കണം, ഇവരുടെ അടിയും മേടിക്കണം, യുക്തിവാദികളുടെ അടിയും മേടിക്കണം, നമ്മൾ വേറൊരു വഴിയിലൂടെ അങ്ങ് പോകുന്നതാണ് സേഫ് എന്ന് തോന്നി. താങ്കൾ പറഞ്ഞ കാര്യം ഇതാണ്, ഈ പുരോഗമനപരമായി ചിന്തിക്കണം. പുരോഗമനം എടുക്കുന്നുണ്ട്, പക്ഷെ ഇത്തരത്തിൽ പറയുന്ന ചില സജഷൻസിനെ സത്യമാണെന്ന് ചിന്തിച്ച് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചോളൂ. ഈ ഒരു തലമുറയെ വരെ, ചിലപ്പോൾ വരുണിൻ്റെയോ എൻ്റെയോ തലമുറ വരെ അത് ഓക്കെയാണ്, കൈയടിക്കും. വളർന്നു വരുന്ന കുട്ടികളുണ്ട്, ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടികളാണ്. അവരുടെ മുമ്പിലേക്ക് ഈ സാധനം ചെല്ലുമ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ ഈ വിശ്വാസത്തെ പുച്ഛിച്ച് തള്ളാതിരിക്കാൻ നോക്കിക്കോണം. അതെ, നമ്മൾ ഈ സയൻസിന്റെ കാര്യം പറയുമ്പോൾ തന്നെയും ഓൾറെഡി ഇപ്പം അമ്പലത്തിൽ QR കോഡ് എല്ലായിടത്തും അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഈ പണ്ട് ഭാഗവതത്തിലോ രാമായണത്തിലോ, ഭാഗവതത്തിലല്ല രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്, പുഷ്പക വിമാനത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ അത്രയും വർഷം മുമ്പ് അവർ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളാണ് ഇന്ന് എയ്റോപ്ലെയിൻ ആയിരിക്കുന്നതെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? അല്ല, നമ്മളിപ്പോൾ ഇതിന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് വന്ദനം എന്ന സിനിമ അതിൽ അന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്ന കാലമായിരുന്നു എങ്കിൽ ഒരിക്കലും അതിന്റെ ക്ലൈമാക്സ് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാവർക്കും ഈ മൊബൈൽ ഫോൺ ഉണ്ട്. അന്ന് മൊബൈൽ ഫോൺ കണ്ടുപിടിക്കാത്തൊരു കാലമാണ്, മൊബൈൽ ഫോണിനെ പറ്റി ചിന്തിച്ചിട്ടില്ലാത്ത കാലമാണ്. ഏതോ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു സിൽക്ക് സ്മിതയോടാണെന്ന് തോന്നുന്നു, ഏതോ ഒരു നടൻ പറയുന്നുണ്ട്, അതോ മറ്റേതോ നടിയോ, നമുക്ക് കണ്ട് സംസാരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു രംഗം ഞാനിപ്പോ റീൽസിൽ കണ്ടാണ്. അന്ന് എഴുതിയ ഒരാളുടെ മനസ്സിൽ ഇതിനെപ്പറ്റി ചിന്തിക്കാതിരുന്ന ഒരു കാലത്ത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായെങ്കിൽ അതിൽ കൈയടിക്കണം. പറന്നു നടക്കണം എന്നുള്ളത് മനുഷ്യന്റെ പണ്ട് മുതലേ ഉള്ളൊരു മോഹമാണ്, ആഗ്രഹമാണ്. അപ്പൊ എത്രയോ നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ പറന്നു നടക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചിന്ത ഒരാളുടെ മനസ്സിൽ ഉദിച്ചു എങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളാണ് പിൽക്കാലത്ത് സയൻസ് ഏറ്റെടുത്ത് സയന്റിഫിക്കലായ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചിട്ടുള്ളത്. അതിലൊരു തെറ്റില്ല. ഇപ്പൊ ഒരു വിമാനം ഉണ്ടാക്കുന്നതിന് മുമ്പ്, മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നതിന് മുമ്പ്, കാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു തോട്ട് ഒരു മനുഷ്യന്റെയോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന രീതിയിൽ ഒരു ചിന്ത, അത് എനിക്കോ വരുണിനോ ഉണ്ടായില്ല എന്ന് പറയുന്നത് നമ്മുടെ തെറ്റാണ്. അത് നമ്മളുടെ പോരായ്മയാണ്. ഇപ്പൊ ഇലോൺ മസ്ക് ആ വന്ന ഹൈ സ്പീഡിൽ വന്നതിനെ പെട്ടെന്നൊരു പ്രതലത്തിലേക്ക് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിക്കാൻ വേണ്ടി ഒരു ചിന്തയുണ്ടാക്കി അതിനെ സക്സസ്ഫുൾ ആക്കി. അത് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തോട്ടാണ്. അത്രയും വേഗതയിൽ ഇനി സഞ്ചരിക്കും. ഇപ്പൊ നമ്മളുടെ കാലമൊക്കെ കഴിയുമ്പോൾ, അല്ലെ നമ്മൾ വൃദ്ധന്മാരൊക്കെ ആകുന്ന ഒരു സമയത്ത് അമേരിക്കയിലേക്ക് 30 മിനിറ്റിൽ പോകാൻ കഴിയും എന്നുള്ളൊരു ചിന്ത ഒരാളുടെ മനസ്സിലുണ്ടായാൽ ആ ചിന്തയെ നമ്മൾ കൈയടിക്കണം. അതിനെയും പൂർവികരായിട്ടുള്ള ആളുകളാണെങ്കിലും ഇപ്പോഴുള്ള ആളുകളാണെങ്കിലും ആരാണെങ്കിലും ആ ചിന്തയെ കൈയടിക്കണം.
ഇങ്ങനെ മതി എന്ന് ചിന്തിക്കുന്നവരെ കൈയടിക്കരുത്. അതെ. വിമാനം ഇത്ര വേഗതയിലാണ് ഇപ്പൊ ഈ എന്തായാലും നമുക്ക് മുമ്പുള്ള തലമുറ കണ്ടെത്തിയ നിരീക്ഷണങ്ങളെയാണ് നമ്മളിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ ഇനി വിമാനം ഇത്ര വേഗതയിൽ തന്നെ പോയാൽ മതി എന്നാണ് ഈ തലമുറ ചിന്തിക്കുന്നതെങ്കിൽ അവർക്ക് അഡ്വാൻസ്ഡ് ആകാൻ കഴിയില്ല. അതെ. അതാകണമെങ്കിൽ എന്ത് വേണം? അത്തരത്തിലുള്ള തോട്ട് വരണം. അപ്പൊ പണ്ട് എത്രയോ നൂറ്റാണ്ട് മുമ്പ് ഇങ്ങനൊരു ചിന്ത ഒരാളുടെ മനസ്സിലുണ്ടാകുകയും അതിനെ പിന്നീട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അതിനെ ഒരു കൃത്യതയോടുകൂടി അതിനെ ഒരു പരിസമാപ്തിയിൽ എത്തിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്തുവെങ്കിൽ ആ തോട്ടിനെയും നമ്മൾ കൈയടിക്കണം. അതെ, അതൊരു കാവ്യാത്മക ഭാവന, വാട്ട് എവർ ഇറ്റ് ഈസ്, ഭാവന ആയിക്കോട്ടെ. അങ്ങനെ ഒരു ഭാവന ഒരാളുടെ മനസ്സിലോ ഒരു കൂട്ടം ആളുകളുടെ മനസ്സിലോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പുച്ഛിച്ച് തള്ളുകയല്ല വേണ്ടത്. അങ്ങനെ ഒരു ഭാവന ഉണ്ടായല്ലോ എന്ന് അക്സെപ്റ്റ് ചെയ്യണം. ആ ഭാവനയിൽ നിന്നാണല്ലോ പിന്നീട് ഡെവലപ്മെന്റ്സ് എല്ലാം ഉണ്ടാകുന്നത്. നമ്മളൊരു വീട് വെക്കണമെങ്കിൽ അതിന്റെ 3D നമ്മൾ കാണുന്നത് എന്തിനാണ്? ആ 3Dയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് അത് വീടിനുള്ളിലേക്ക് നമ്മൾ കടന്നു കയറി, നമ്മൾ ആ വീടിന്റെ മുറ്റത്തൂടെ നടന്ന് ഹാളിലേക്ക് കയറി, ബെഡ്റൂമുകളിലൂടെ നടന്ന്, കിച്ചണിലൂടെ നടന്ന്, സ്റ്റെപ്പ് കയറി മേളിൽ കയറി ബെഡ്റൂമുകളിലേക്കൊക്കെ നടക്കുന്ന 3D ഉണ്ടാക്കുന്ന എന്തിനാണ്? ഒരു ഭാവനയാണത്. അത് വീടല്ല. ആ ഭാവന ഉണ്ടാക്കുന്ന ആളെ കൈയടിക്കണം. പിന്നീടാണല്ലോ അത് കൺസ്ട്രക്ട് ചെയ്ത ഒരാൾ എടുക്കുന്നത്. ഭാവനയ്ക്ക് ഒരു കൈയടി വേണം. അങ്ങനെ ഒരു ഭാവന ഉണ്ടായെങ്കിൽ എന്തിനാണ് അതിനെ തള്ളിക്കളയുന്നത്? ഉണ്ടാകട്ടെ, നല്ല കാര്യമല്ലേ? നമ്മുടെ മനസ്സിലും ഉണ്ടാകണം. അതെ, നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകണം, എൻ്റെ മനസ്സിലും ഉണ്ടാകണം. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടാകണം. അങ്ങനെ ചിന്തകൾ ഉണ്ടാകണം. അതെ, എങ്കിലും ഒരു സൊസൈറ്റിക്ക് ഒരു വളർച്ച ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവണം അങ്ങനെ ഒരു ചിന്ത. ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ചിലപ്പോൾ മറ്റൊരാളുടെ മനസ്സിലൊക്കെ വന്നിട്ടുള്ള ചിന്തകളാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഞാനിങ്ങനെ ചിന്തിച്ചതെന്ന് വെച്ചാൽ രസകരമായ ഒരു ചിന്തയാണ്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ ചിലപ്പോൾ വട്ടാന്ന് തോന്നുന്ന ചിന്തയാണ്, ചിലപ്പോൾ എനിക്ക് വട്ടാന്ന് ചിലർ ഇതിന് താഴെ കമന്റ് വിടുമായിരിക്കാം. പക്ഷെ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, നമ്മൾ മരിച്ചു പോകുന്നു കുറേ കാലം കഴിയുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ എൻ്റെ മകളൊക്കെ വളർന്നു. അപ്പോൾ ചിലപ്പോൾ അവർ, നമുക്കറിയില്ല എപ്പോൾ നമ്മൾ മരിക്കുമെന്ന്, ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് അവരുടെ ജോലിയൊക്കെ ആയി കഴിഞ്ഞ്, ചിലപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മരിച്ചു പോകുന്നു. അപ്പോൾ നമ്മളെല്ലാവരും മരിക്കുന്ന ആളുകളാണ്. മരണം കഴിഞ്ഞൊരു 25 വർഷം കഴിയുമ്പോൾ എവിടെങ്കിലും 10-20 വയസ്സായി നമുക്കൊരു പുനർജനിക്കാൻ ഒരു അവസരം കിട്ടുന്നു. വട്ടാണ് ചിന്ത, അങ്ങനെ സംഭവിക്കത്തില്ല. അങ്ങനെ ഒരു അവസരം കിട്ടുന്നു. ഇപ്പോൾ വരുൺ അങ്ങനെ ഒരു അവസരം കിട്ടുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾക്കപ്പോൾ അറിയാൻ കഴിയുന്നു നിങ്ങൾ ഇന്നടത്തായിരുന്നു ജനിച്ചത്, ഇന്നടത്തായിരുന്നു ജീവിച്ചതെന്ന് അറിയാൻ കഴിയുന്ന ഒരു കാലത്ത് നിങ്ങൾ തിരിച്ച് ആ നാട്ടിലേക്ക് വരികയാണ്. നിങ്ങളുടെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന നാട് തന്നെ അങ്ങ് മാറുകയാണ്. നിങ്ങളുടെ വീട് തന്നെ അവിടെ ഒരു വീടൊന്നും ആകണമെന്നില്ല. മുഴുവൻ എന്നുവെച്ചാൽ നിങ്ങളുടെ മക്കളുടെ മക്കളോ ആയിരിക്കും അവിടെ അപ്പം താമസിക്കുക. അപ്പൊ ചിലപ്പോൾ നമ്മളുടെ വീടെന്ന് പറയുന്നത് 2-3 നിലയുള്ള മറ്റെന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ആയിരിക്കും. അതിന്റെ മുകളിലൊരു എന്തെങ്കിലും ഒരു ഗോളാകൃതിയുള്ള ഒരു വിമാനം പോലെ ഒരു സാധനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയണം. നമ്മൾ ലിഫ്റ്റിൽ കയറി അവിടെ ഇറങ്ങുന്നു. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ പോകേണ്ട സ്ഥലം സെർച്ച് ചെയ്യുന്നു. ഇപ്പൊ സ്കൂളിൽ അപ്പോൾ അവിടെ കുറച്ച് പാർക്കിംഗ് ഗ്രൗണ്ട് ഇതിനുണ്ടാവും. അപ്പോൾ പിള്ളേർക്കെല്ലാം ടൈം കൊടുക്കും. ഇന്ന ടൈമിലാണ് വരുന്നത്, നിങ്ങൾ ഇന്ന സ്ലോട്ടാണ്, ആ ടൈമിൽ നിങ്ങൾ കൊണ്ട് കൊച്ചിനെ ഇറക്കിക്കോണം, തിരിച്ചു പോകണം. നമ്മുടെ ഈ സാധനം പോയി അവിടെ ഇറങ്ങിയിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ ഇറക്കിയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ലാൻഡ് ചെയ്യുന്നു. ഇപ്പം നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോകണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. അതായത് നമുക്ക് പാർക്കിംഗ് സ്ലോട്ട് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഗസ്റ്റ് ഒക്കെ വന്നു, ശരി നമുക്ക് ലുലു, അന്ന് വേറൊരു സാധനമായിരിക്കും, അവിടെ പോകണം. നമ്മൾ ലിഫ്റ്റിൽ കയറുന്നു, ഇതിലേക്ക് കയറുന്നു, നേരെ പോയിട്ട് ലുലു, നമുക്ക് ആ പാർക്കിംഗ് സ്ലോട്ട് കിട്ടിയെങ്കിലേ പോകാൻ പറ്റും. കാരണം അവിടെ ലാൻഡ് ചെയ്യണം. നേരെ പോയി മുകളിൽ ലാൻഡ് ചെയ്യുന്നു. 1000-കണക്കിന് ലാൻഡിങ് ഇതുപോലുള്ള സാധനം കാണും. നമ്മൾ അതിൽ കയറിയിരിക്കുന്നു, ലാൻഡ് ചെയ്യുന്നു, നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറുന്നു, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ഇതിലേക്ക് കയറുന്നു. ഇത് പോയി കഴിയുമ്പോൾ അടുത്തൊരാൾക്ക് ഇത് ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ഞാൻ വട്ടനാന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ ചിലപ്പോൾ നാളെ ഇതൊരു പ്രാക്ടിക്കൽ തലത്തിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരു തോട്ട്, ഇതേപോലൊരു തോട്ട് വേറൊരാളുടെ മനസ്സിൽ വന്നുകൊണ്ടാണല്ലോ അത് പിന്നീട് പ്രാക്ടിക്കൽ തലത്തിലേക്ക് വന്നത്. നോക്കൂ, നമ്മൾ പിന്നീട് വരുമ്പോൾ നമ്മുടെ നാട് മാറുന്നു. നിങ്ങൾ ചിന്തിച്ചേ, രസകരമായ ചിലപ്പോൾ നമ്മുടെ മക്കളൊക്കെ വേറൊരു ലെവലിലേക്ക് മാറുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നു. വേറൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ആയിരിക്കും. എല്ലാം മാറി വേറൊരു രീതിയിലേക്ക്. ഇപ്പൊ നിങ്ങളുടെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന നാട്, എൻ്റെ പത്തനാപുരം എന്ന് പറയുന്ന നാട്, നമ്മൾ ഇപ്പൊ കാണുന്നതിൽ നിന്ന് അതൊരു രസമല്ലേ? അതൊരു തോട്ടാണ്. അങ്ങനെ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് പോലെ എത്രയോ കാലം മുമ്പ് ഇത്തരത്തിലുള്ള ചിന്തകൾ പലരുടെ മനസ്സിൽ ഉദിക്കുകയും ആ ചിന്തകളെ അവർ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കൊണ്ടുവരികയും ചെയ്തതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ ചിന്തയെ കൈയടിക്കുക. അതെ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഇനിയിപ്പം എല്ലാവരുടെ ഉള്ളിലും എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, അതായത് എന്തെങ്കിലും ഒരു ഇത് പറ്റിക്കഴിഞ്ഞാൽ കണ്ണേറ മറ്റേ അതിലവൻ കൂടോത്രം ചെയ്തതാ, ഇത് ആവിചാരം ചെയ്തതാ എന്ന്. പ്രത്യേകിച്ച് വീട്ടിൽ കുറച്ചുകൂടെയൊക്കെ പ്രായം ചെന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലർ ഈ മുളകൊക്കെ എടുത്ത് അടുപ്പിലിടുന്ന ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ കണ്ണീർ, പ്രാക്ക്, കൂടോത്രം, ആവിചാരം ഇങ്ങനെയൊക്കെയുള്ള സാധനം ഉള്ളതാണോ? ശരിക്കും കണ്ണീറും പ്രാക്കും കൂടുപാത്രവും ഒക്കെ ഫലിക്കും.
പക്ഷെ അത് ഫലിക്കണമെങ്കിൽ അതിനോടുകൂടി 1-2 കാര്യങ്ങൾ കൂടെ സംഭവിക്കണം. അത് ഞാൻ മറ്റൊരു കഥ പറഞ്ഞുകൊണ്ട് അതിലേക്ക് കടന്നു വരാം. വരുണിന് കുറച്ച് ശത്രുക്കൾ ഉണ്ടെന്ന് കരുതുക. ചിലപ്പോൾ നിങ്ങൾ മനോഹരമായി ആങ്കർ ചെയ്യുന്നു, നിങ്ങൾ മനോഹരമായി ചോദ്യങ്ങൾ ചോദിക്കുന്നു, പിന്നെ നിങ്ങൾ അത്യാവശ്യം സുന്ദരനാണ്. അപ്പോൾ അത് മാത്രം ചിരിച്ച് അപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും എന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളുടെ ഒരു ശത്രുവാണെന്ന് വിചാരിക്കുക, അങ്ങനെ കരുതിക്കോളൂ. ഓക്കെ, ഞാൻ എവിടെങ്കിലും നിങ്ങൾക്കെതിരെ ഫേസ്ബുക്കിൽ എഴുതുകയോ നിങ്ങൾക്കെതിരെ ഒരു കമൻ്റ് ഇടുകയോ നിങ്ങളെക്കുറിച്ച് മറ്റാരോടെങ്കിലും നിങ്ങളൊരു മോശക്കാരനാണെന്ന് പറയുകയോ ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങളിത് അറിഞ്ഞിട്ടില്ല. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നു. നിങ്ങൾ എന്നോട് വളരെ കൂളായി ഒരു ബ്രദർലി, ഒരു ചേട്ടനാണെന്നുള്ള ഭാവത്തിൽ നിങ്ങൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും, ആണല്ലോ. അതേസമയം നിങ്ങളിത് അറിഞ്ഞു എന്ന് കരുതുക. ഞാൻ വരുമ്പം മുതൽ നിങ്ങൾക്കൊരു വല്ലാത്തൊരു അരോചകമായിരിക്കും. എന്നോട് നിങ്ങൾക്ക് ഇടപെടേണ്ടി വരുമ്പോഴൊക്കെ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി. കാരണം നിങ്ങൾ ചിന്തിക്കുക, ഇവ എന്നെ പറ്റിയാണല്ലോ വൃത്തികെട്ടവൻ അവിടെ പോയിട്ട് അങ്ങനെ പറഞ്ഞത്, ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു എന്ന് ചിന്തിക്കില്ലേ? ഇതേപോലെയാണ് കൂടുപാത്രവും ആഭിചാരവും കണ്ണേറും. നമ്മളെ ഇവർ കണ്ണെറിഞ്ഞു എന്ന് അറിയാതിരുന്നാൽ നമ്മളെ ഇത് ബാധിക്കത്തില്ല. ഇത് അറിഞ്ഞാൽ പ്രശ്നം എന്താ? ആഭിചാരം ചെയ്തെന്ന് അറിഞ്ഞാൽ പ്രശ്നം എന്താ? നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളെയും നമ്മൾ ഇതുമായിട്ട് ക്ലബ് ചെയ്യും. കാല് തട്ടിയാൽ കണ്ടോ കണ്ണെറിഞ്ഞാണ്, കണ്ടോ ആഭിചാരമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇത്തിരി പൈസ നഷ്ടപ്പെട്ടു പോയാൽ കണ്ടോ കണ്ണെറിഞ്ഞാണ്, കണ്ടോ ആഭിചാരമാണ്. പഠിത്തത്തിൽ ഏതെങ്കിലും മാർക്ക് കുറഞ്ഞാൽ കണ്ടോ കണ്ണേറാണ്, കണ്ടോ ആഭിചാരമാണ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി ഇത് സംഭവിക്കും. അല്ലെങ്കിൽ ഇത് വിശ്വാസമില്ലാത്ത ഒരുത്തിനെ വെറുതെ കൂടുപാത്രം ചെയ്ത് എന്നെ എന്താ കൂടുപാത്രം ചെയ്ത് നശിപ്പിക്കാൻ പറ്റാതെ? നിങ്ങൾ ഈ വിശ്വാസികൾ ഇത് സത്യമാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഈ ദുർമന്ത്രവാദത്തിനും അതിനുമെതിരെ കഴിഞ്ഞ 10, 15, 18 വർഷങ്ങളായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ എന്തുകൊണ്ടാണ് ഇത് ചെയ്ത് നശിപ്പിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? ഒരു മൈൻഡ് പവർ. വിശ്വസിക്കാത്തത് കൊണ്ടാണ്. അതെ, വിശ്വസിച്ച പ്രശ്നമാണ്. ഇപ്പം ഞാൻ വിശ്വസിക്കുകയാണ് എനിക്കെതിരെ കൂടുപാത്രം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നെഗറ്റീവുകളെ അതുമായിട്ട് കണക്ട് ചെയ്യും. അപ്പം എന്താ സംഭവിക്കുക? ഞാൻ തകർന്നു പോകും. പണ്ട് കുറച്ച് 2 ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് കള്ളൊക്കെ കുടിച്ചിട്ട് എൻ്റെ അടുത്തിരുന്ന് പറഞ്ഞൊരു കഥയാണ്. ഇവർ 3 പേര് നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അതിൽ ഒരുത്തൻ ഇവരുടെ 2 പേർക്കും ജോലി കിട്ടിയപ്പം അവന് വേണ്ടി ഇവർ ഒരു ഷോപ്പ് ഇടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഷോപ്പൊക്കെ ഇട്ടു. അവൻ അത്യാവശ്യം നല്ല ഡെവലപ്പായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവൻ കല്യാണം കഴിച്ചപ്പോൾ ഇവൻ ഭാര്യ എടുത്ത് പറഞ്ഞു, നമ്മൾ ചെറുപ്പകാലത്തൊക്കെ പിള്ളേർ പോയി കാണിക്കുന്ന ചില വൃത്തികേടുകളുണ്ടല്ലോ. വൃത്തികേടാണെന്ന് ചോദിച്ചാൽ അന്ന് അത് വൃത്തികേടല്ല, പക്ഷേ ഇപ്പം അത് ഈ സദാചാരക്കാർക്ക് അതൊരു വൃത്തികേടുമായിരിക്കും. അപ്പോൾ പറഞ്ഞു അവന്മാർ 2 കൂടെ പോയി ഇങ്ങനെയൊക്കെ ചെയ്തു. അതായത് ഇയാളങ്ങ് സ്കിപ്പായി. ഞാൻ മാന്യൻ, അവന്മാർ പോയി ചെയ്തു. നീ ഇതാരോടും പറയേണ്ടെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? അപ്പുറത്തെ ചേച്ചിയോട് പറഞ്ഞു. ആ ചേച്ചി കുറേ ചേച്ചിമാരോട് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഈ നാട്ടിൽ ഇതങ്ങ് പാട്ടായി. ഇവർക്ക് ഇതിനോട് ഭയങ്കര ദേഷ്യമായി. ഇവർ ചെയ്യുന്നത് അവിടെ ഒരു കടയിൽ പോയിട്ട് ഒരു കോഴിത്തല മേടിച്ച് അതിൽ ഒരു തകിടൊക്കെ കയറ്റി ഒരു ഭസ്മമൊക്കെ ഇട്ട് കുങ്കുമൊക്കെ ഇട്ടിട്ട് ഒരു പട്ടിൽ പൊതിഞ്ഞ് ഇവന്റെ വീടിന്റെ മുറ്റത്തേക്ക് എറിഞ്ഞു. എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഇവന്റെ ബിസിനസ് തകർന്നു. അതിലൊരു സാധനം ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ് തകർന്നത്? ഇത് കണ്ടതിന് ശേഷം അവന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ നെഗറ്റീവുകളെയും അവൻ കൗണ്ട് ചെയ്തു. അതുവരെ അങ്ങനെ കൗണ്ട് ചെയ്യുമായിരുന്നില്ല. സ്വാഭാവികം, അങ്ങനെ സംഭവിക്കും. ഇത് ശരിക്കും ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ കണ്ണീറും ഈ ആഭിചാരവും ഒക്കെ വിശ്വസിക്കുമ്പോൾ ഉള്ള പ്രശ്നം, ഇത് ഹൈന്ദവ കുടുംബങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. ഇല്ലെന്നൊക്കെ പറഞ്ഞാലും ചില വീടുകളിൽ അമ്മായിയമ്മ ആഭിചാരം ചെയ്തതാണ് മരുമകൾക്കെതിരെ എന്ന് മരുമകളോട് പറയും. എന്ത് സംഭവിക്കും? കലഹം ഉണ്ടാവും. മരുമകൾക്കെതിരെ ആഭിചാരം ചെയ്തത് അമ്മായിയമ്മയാന്ന് പറയും, കലഹം ഉണ്ടാവും. ചേട്ടൻ്റെ ഭാര്യ അനിയൻ്റെ ഭാര്യയ്ക്ക് ചെയ്തു, അനിയൻ്റെ ഭാര്യ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ചെയ്തു. ഇത് സ്ത്രീകളെ ഞാൻ ബോധപൂർവം പറഞ്ഞത്. കാരണം നിങ്ങൾ ഏത് ആഭിചാരം ചെയ്തു എന്ന് പറയുന്നിടത്ത് ചെന്നാലും ഇവർ സ്ത്രീകളെ പറ്റിയാണ് പറയുന്നത്, പുരുഷന്മാരെ പറ്റി പറയത്തില്ല. കാരണം അടിയുണ്ടാക്കിക്കാൻ എളുപ്പം ഈ സ്ത്രീകളെയാണെന്നുള്ളത് കൊണ്ടാണ് ഇവർ പറയുന്നത്. ഇത് ഈ അമ്മമാരും ചേച്ചിമാരും സഹോദരന്മാരും മനസ്സിലാക്കണം. നിങ്ങളെയാണ് ഇത് പറയുന്നത്. ഇതൊരു ഹൈന്ദവ കുടുംബം തകർക്കുന്ന. ഞാനിത് പറയുമ്പോൾ കുറേ പേര് തെറി വിളിക്കാൻ വരും. പക്ഷെ ഇവന്മാർ മനസ്സിലാക്കുന്നില്ല. എനിക്കറിയാം, എൻ്റെ അടുത്ത് വന്ന് എല്ലാ ദിവസവും ഓരോരുത്തർ പറയുന്ന എത്ര ഹൈന്ദവ കുടുംബങ്ങളെയാണ് ഈ ആഭിചാരം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് തകർക്കുന്നതെന്ന് അറിയൂ. ഈ ചില വലിയ ആചാര്യന്മാർ തന്നെ വന്നിരുന്നിട്ട് മുസ്ലിങ്ങൾ ചെയ്ത് കെട്ടി അത് ജ്യോത്സ്യന് ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനേക്കാൾ വലുതാണ് മറ്റതെന്നല്ലേ ഇവൻ പറയുന്നത്. അതെ 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 ഇയാൾ തന്നെ മുസ്ലിങ്ങൾ അവരുടെ കൊള്ളത്തില്ലെന്ന് പറയുന്ന ആള് പറയാണ് ഇത് കെട്ടിയെന്ന്. അപ്പൊ പിന്നെ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളുടെ ദൈവത്തേക്കാൾ വലുത് മുസ്ലിമിന്റെ ശക്തിയാണെന്ന് ഈ പുള്ളി പറയല്ലേ. ഇത് ഈ ബോധം വെച്ചൊന്ന് ചിന്തിക്കണ്ടേ? ഈ ഹിന്ദുക്കള് കുടുംബങ്ങളെ തകർക്കാണ്. അത് ചെയ്യാൻ പാടില്ല.
ഹൈന്ദവ കുടുംബങ്ങൾ ഒരു കെട്ടുറപ്പോടുകൂടി പോയെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ഇതിനിടയ്ക്ക് കയറിയിട്ട് കൂടാത്രം ചെയ്താന്ന് പറഞ്ഞാൽ അമ്മായിമ്മ മരുമകളടി, ചേട്ടൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ അടി. നിങ്ങൾ പല വീടുകളിലും പരസ്പരം മിണ്ടത്തില്ല, പല സ്പ്ലിറ്റാകാണ്, ഒരു കുടുംബം തകരുകയാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കത്തില്ല, മരിച്ചാൽ പോലും കയറത്തില്ലെന്ന്. അങ്ങനത്തെ വീടുകളുണ്ട്, എനിക്കറിയാവുന്നതാണ്. ഇത് പറഞ്ഞതും കേട്ടിട്ടാണ്, ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിരിക്കും. അത് പറയാൻ പാടില്ല, അത് തെറ്റാണ്. അത് ഒരു ഹിന്ദു കുടുംബങ്ങൾ നന്നാവണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ അത് പറയത്തില്ല, പറയാൻ പാടില്ല. അല്ല, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ പല ജ്യോത്സ്യന്മാർ ഇങ്ങനെ ചെന്നിട്ട് പറയുന്നത് ഇതുപോലെ ആഭിചാരം ചെയ്ത് കൂടോത്രം ചെയ്ത് ആയുസ് അറ്റാതെ മരിച്ചു പോകും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മരിക്കുന്നത് എന്താണെന്നുള്ളത് ഒരു ശക്തിയുണ്ട്, ആ ശക്തി തീരുമാനിച്ചിട്ടുണ്ടാവും. അത് ആരായിക്കോട്ടെ, അത് അള്ളാഹു ആയിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, ഈശോ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ. അപ്പം അതിനെ കടത്തി വെട്ടിയിട്ട് ആണ് ഈ ആഭിചാരത്തിൽ അത് തീരും എന്നാണ് ഓരോരുത്തർ പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് വലിയൊരു പോയിന്റാണ്. ഇത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം തിരിച്ചറിയണം, നിങ്ങളെ കച്ചവടം ചെയ്യാനാണെന്നുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ട് ഒരു ചെറിയ ശതമാനം, ഞാൻ എല്ലാ ജ്യോത്സ്യന്മാരെയും പറയുന്നില്ല, വളരെ മര്യാദയ്ക്ക് ഈ പ്രൊഫഷനെ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്, വളരെ മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു ചെറിയ ശതമാനം ആളുകൾ ഇത് കച്ചവടമാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവർ വരികയാണ്. താങ്കൾ പറഞ്ഞ വളരെ വലിയ പോയിന്റാണ്. ഇപ്പം താങ്കൾ പറഞ്ഞതുകൊണ്ട് എങ്കിലും ആളുകൾ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ദൈവവിശ്വാസികൾ, ദൈവം നമുക്കൊരു ആയുസ് നിശ്ചയിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുത്തിന് കൂടുമാത്രം ചെയ്ത് നമ്മളെ തകർക്കാമെങ്കിൽ ദൈവത്തെക്കാൾ വലിയവൻ ഇവനാണ്. അതെ, അങ്ങനെ ദൈവവിശ്വാസിയാണ് നീ എന്ന് പറയുകയും ഇപ്പുറത്തൊരുത്തിന് ആഭിചാരം ചെയ്ത് നമ്മളെ ഇല്ലാതാക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ നീ ദൈവവിശ്വാസിയാണോ ഇവന്റെ വിശ്വാസിയാണോ? ശരിക്കും പറഞ്ഞാൽ മൂർത്തിയേക്കാൾ വലിയ ശാന്തി. ഇത് പറയുമ്പോഴേ ഇതിൽ പൈസ ഒരു ബിസിനസ് ആണല്ലോ. ഈ ബിസിനസ്സിൽ പണം നഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യും? ചെറിയ സജഷൻ കൊടുക്കും, ഇവൻ ഹിന്ദുക്കൾക്കെതിരെയാണ് പറയുന്നത് എന്ന്. ഇത് കേട്ടിട്ട് ഒരു വിഭാഗം വിചാരിക്കും ഞാനതാ പറയാം. ഞാൻ എന്താ പറയുന്നത്? ഹിന്ദു കുടുംബങ്ങൾ നശിക്കരുതെന്നും അവരൊന്നായിട്ട് പോകണമെന്നും കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് വരുന്നൊരവസ്ഥയാണെന്നും നമ്മളുടെ പണ്ട് പരമ്പരയായി നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥയുണ്ട്, ഇന്ന് അണുകുടുംബങ്ങളിലേക്ക് മാറുന്നു. ഒന്നിച്ച് താമസിക്കണം എന്നല്ല, പക്ഷെ ഒരേ മനസ്സോടുകൂടി പോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് ഹൈന്ദവർ നല്ല ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും അവരവരുടെ കുടുംബത്തിൽ ഒന്നായി പോകണം. ഇപ്പം ഞാൻ പ്രതിനിധാനം ചെയ്യുന്നതോ ഞാൻ കൂടുതൽ സംസാരിക്കുകയോ ചെയ്യുന്നത് ഹിന്ദു കുടുംബങ്ങളോടാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കണം എന്നല്ല, നിങ്ങൾ ഒരേ മനസ്സോടെ പോകണം എന്നാണ്. നിങ്ങളുടെ ആ ഒരേ മനസ്സിനെ സ്പ്ലിറ്റാക്കാൻ ഇടയ്ക്ക് നിന്നുകൊണ്ട് ചില ആചാര്യന്മാർ, എല്ലാവരെയും പറയുന്നില്ല, ചില ആചാര്യന്മാർ ആഭിചാരമാണ്, ഇത് ചെയ്താൽ നിങ്ങളെ നശിപ്പിക്കാൻ പറ്റും, നിങ്ങളുടെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും, ഇതൊരു സ്ത്രീയാണ് ചെയ്തത്, നിങ്ങളുടെ ബന്ധത്തിലുള്ള സ്ത്രീയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടോളൂ, പക്ഷേ ഇതിന് പരിഹാരം ഞാൻ ചെയ്തു തരാം, ഇച്ചിരി പൈസ കൊണ്ട് തരൂ എന്ന് പറഞ്ഞാൽ ഇതൊരു കച്ചവടമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും. എനിക്കൊരു ബാക്ക് പെയിൻ വന്നു. എന്ന് വെച്ചാൽ ഞാനൊരു വലിയ ഹിന്ദു സമ്മേളനത്തിന് പോയിട്ട് 2 മണിക്കൂറോളം നിന്ന് സംസാരിച്ചു. ഭയങ്കര ബാക്ക് പെയിൻ വന്നു, ഇപ്പം മാറി. അപ്പം ഞാൻ ഒരു ഡോക്ടറെ പോയി കണ്ടു. അപ്പം ഞാൻ സാധാരണ പുറത്ത് പോകുമ്പോൾ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. ഡോക്ടർ എന്നെ മനസ്സിലായില്ല, അല്ലേ തന്നെ അദ്ദേഹം എൻ്റെ മുഖത്തേ നോക്കിയില്ല. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു പരിപാടിക്ക് പോയി നിന്നു, 2 മണിക്കൂർ നിന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു ആ ശരി, മുഖത്ത് നോക്കിയില്ല, ഒരു ലെറ്റർ പാഡ് എടുത്തിട്ട് കുറേ മരുന്ന് ഇങ്ങനെ എഴുതി. എനിക്കൊന്ന് 7-8 മെഡിസിൻസ് അദ്ദേഹം എഴുതി. ഞാൻ എന്നോട് പറഞ്ഞു, നേരെ ചെന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വലത്ത് സൈഡിൽ ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്, ഇടത് സൈഡിൽ ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്, നിങ്ങൾ വലത്ത് സൈഡിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇത് മേടിക്കണം എന്ന് പറഞ്ഞു. മിണ്ടിയില്ല. കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യണം. ഒരു റോഡ് പറഞ്ഞു, റോഡിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ ഉണ്ട്, അവിടെ കയറരുത്. രണ്ടാമത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ കയറണം. മൂന്നാമത്തെ സ്ഥലമുണ്ട്, അവിടെ കയറരുതെന്ന് പറഞ്ഞു. ഇത് കേട്ടാൽ വരുൺ എന്ന് മനസ്സിലായി. പുള്ളിക്ക് കമ്മീഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ആണേ, ഇത് ഒരു മന്ത്രവാദി പറയുകയാണ്, നിങ്ങൾക്കെതിരെ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സ്ത്രീ കൂടുപാത്രം ചെയ്തിട്ടുണ്ട്, ആഭിചാരം ചെയ്തിട്ടുണ്ട്, കൈവശം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ണേറുണ്ട്, നിങ്ങൾ നശിക്കാൻ പോവാണ്, നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ മകളുടെ വിവാഹം നടത്താതിരിക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പണി തടസ്സപ്പെടുത്താനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മകനോ മകൾക്കോ ജോലി കിട്ടാതിരിക്കാനാണ്, നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നശിപ്പിക്കാനാണ്, നിങ്ങളുടെ ബന്ധത്തിലുള്ള ജ്യേഷ്ഠതുല്യായ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ പോലെ കരുതുന്ന ഒരു സ്ത്രീ ആഭിചാരം ചെയ്യിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഓക്കെ, എന്നാൽ നിങ്ങൾ പൈസ കൊണ്ട് തരൂ, ഞാനിതിന് പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഡോക്ടറെ കമ്മീഷനാണെന്ന് ചിന്തിച്ചാൽ എന്തുകൊണ്ടാണ് ഇത് കച്ചവടമാണെന്ന് ചിന്തിക്കാത്തത്? തിരിച്ചറിയണം. ഹൈന്ദവ കുടുംബങ്ങൾ തിരിച്ചറിയണം. നിങ്ങളിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് ഒരു ചെറിയ വിഭാഗം ആളുകൾ ഇവിടെ വലിയ സമ്പന്നരായി വാഴുകയാണ്, വലിയ പണമുണ്ടാക്കുകയാണ്.
ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞതുകൊണ്ട് വേണ്ട, നിങ്ങൾ ബോധമുണ്ടായിട്ട് നിങ്ങളുടെ ബോധം വെച്ച് നിങ്ങൾ ചിന്തിക്കണം. ചില അപകടമാണത്. എനിക്കറിയാം എത്ര കുടുംബങ്ങളാണ് അടിയുണ്ടായി പരസ്പരം കണ്ട മിണ്ടത്തിൽ നിന്ന്. ഹിന്ദു കുടുംബങ്ങളിലാണ്. ഞാൻ ഹിന്ദു 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 എന്ന് പറയുന്നത് എന്നെ കാണാൻ വരുന്ന അവരായതുകൊണ്ടാണ്. ചിലപ്പോൾ മുസ്ലിമിലും ഉണ്ടാവും, ക്രിസ്ത്യാനിയിലും ഉണ്ടാവും. പക്ഷെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്, എന്നെ കാണാൻ വരുന്നത്, ഞാൻ എന്താണോ ആരോടാണോ കൂടുതൽ സംസാരിക്കുന്നത് അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതാണ് ഈ കൂടപത്രത്തിൻ്റെ ഒരു പ്രശ്നം. ഇത് ശരിക്കും ആളുകൾ അത് റിയലൈസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ ഈ യൂട്യൂബ് ചാനലിലൊക്കെ വന്നിട്ട് ഇത് പറയുന്നത് ഇത് വിശ്വസിക്കുന്നത് എന്നിട്ട് ഇതിനകത്തൊരു പ്രശ്നം. ഇപ്പൊ ഞാനിത് പറയുമ്പം നിങ്ങൾ പറയുന്നത് പോലെയല്ല, കൂടുപാത്രമുണ്ട്. അപ്പം നമ്മൾ ഇവരോട് സംസാരിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായി, എനിക്കന്ന് അപകടം ഉണ്ടായി, എൻ്റെ കുടുംബത്തിൽ വഴക്കുണ്ടായി. എടാ, നിന്റെ കുടുംബത്തിൽ വഴക്കുണ്ടായെങ്കിൽ അതിൻ്റെ മൂല കാരണം വേറൊരാൾ ചെയ്തതാണെന്ന് നീ ചിന്തിക്കുന്നത് നിന്റെ കുഴപ്പമാണ്. നീ അങ്ങനെ ചിന്തിക്കുകയാണ്, അതിന് നീ അങ്ങനെ കണക്ട് ചെയ്യുകയാണ്. അതൊന്ന് ചിന്തിച്ചറിയാനുള്ള ബോധം വേണ്ടി. എൻ്റെ വീട്ടിൽ വഴക്കുണ്ടായി കുടുംബം, നിങ്ങൾ പറയുന്ന പോലല്ല, അത് വല്ലവരും കൂടുപാത്രം ചെയ്ത നീ നിന്നോട് തന്നെ ചോദിക്കുക, എങ്ങനെയുണ്ടായി? എങ്ങനെയുണ്ടായി? ചുമ്മാ വെറുതെ ഉണ്ടായില്ലല്ലോ, ഒരു കാരണമുണ്ടല്ലോ എല്ലാത്തിലും. നീ നിന്നോട് തന്നെ ചോദിക്കുക. ഒരമ്മ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ അമ്മായിയമ്മയുടെ അനിയത്തി അവർ കൂടുപാത്രം ചെയ്തിട്ടാണ് എൻ്റെ മോൻ അപകടം ഉണ്ടായിരുന്നു. ചോദിച്ചു വന്നപ്പോൾ ഇവൻ അമിത വേഗതയിൽ പോകുന്ന ചെറുക്കനാണ്, അതവർക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ അവർക്ക് അവരുടെ മകനെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മദ്യപിച്ച് എപ്പോഴും നടക്കുന്ന ഒരു പയ്യനെ ചേട്ടന്റെ ഭാര്യ കൂടുപാത്രം ചെയ്തതാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇവനും രക്ഷപ്പെട്ടു, ഈ കുടിക്കുന്നവൻ രക്ഷപ്പെട്ടു. ഞാൻ എന്ത് പാവമാണ്, അവര് കൂടുപാത്രം ചെയ്തതിന് ഞാൻ എന്ത് പഴിച്ചു എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ഇത് പറഞ്ഞപ്പോഴേ ഒരു റീസെന്റ് ആയിട്ട് ഒരാള് ഭയങ്കരമായിട്ട് മദ്യപിച്ച് റോഡിൽ കിടന്ന് കൂവുക. അപ്പം റോഡിൽ കിടന്നാൽ ഇപ്പൊ തെരുവ് നായ്ക്കൾ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എടുത്ത് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ്, അമ്മ ഇതുപോലെ ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് കൂവുന്നു, പ്രശ്നങ്ങള്, വാള് വെക്കുന്നു, ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോ, മക്കളെ എന്തോ ചെയ്യാന്, ആ തെക്കേലെ അവള് കൂടോത്രം ചെയ്ത് മാടം കേട്ടിരിക്കുക. ഇത് നടന്ന സംഭവമാണ്. അതെ. എന്റെ പൊന്നു വരുണേ, ഇത് ഞാൻ പറയുമ്പോൾ എന്നെ ട്രോളാൻ വരും. ഞാൻ ജ്യോതിഷ വിശ്വാസം ഇല്ലാത്തവനാന്ന് പറയും. ഇവര് ചിന്തിക്കുന്നതാണോ ജ്യോതിഷം? ഇവര് കൂടുപാത്രമാണ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? കൂടുപാത്രം അല്ല ഹേ ജ്യോതിഷം, ആഭിചാരമല്ല ഹേ ജ്യോതിഷം. ജ്യോതിഷം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിശ്വാസമുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർ പ്രതിസന്ധികളിൽ നേരിടുമ്പോൾ, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോൾ, അവരുടെ ജീവിതത്തിലെ എല്ലാ ആശയം അറ്റു എന്ന് തോന്നുമ്പോൾ, അവരുടെ ജീവിതത്തിൽ ഇനി ഒരു ഉയർച്ച അവർക്കുണ്ടാകില്ല എന്ന് തോന്നുമ്പോൾ, അവരുടെ ജീവിതത്തിലേക്ക് വളരെ നന്മകൾ കൊടുത്തുകൊണ്ട്, അവർക്ക് ഉപദേശങ്ങൾ നൽകിക്കൊണ്ട്, അവരെ ആത്മഹത്യയുടെ മുൻപിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ഉപാധിയാണ് ജ്യോതിഷം. അതാണ് ശിഷ്യന്മാർ ചെയ്തത്, അല്ലാതെ ആഭിചാരം ചെയ്യാനല്ല. അത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ കൂടോത്രം, ആഭിചാരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ ഇപ്പോൾ ഏറ്റവും കൂടുതലും ആളുകൾ ഫേസ് ചെയ്യുന്നതെന്നല്ല, സൊസൈറ്റിയിൽ നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് ദൈനംദിനം വർദ്ധിച്ചു വരുന്ന ആൾ ദൈവങ്ങൾ. അതായത് റീൽ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടം പോലെ ഓരോ ബാബമാരവിടെ ഉണ്ടാവുന്നു, ഓരോ ദേവിമാരിവിടെ ഉണ്ടാവുന്നു, ഓരോ അമ്മമാരുണ്ടാവുന്നു, ആറ്റുകാലമ്മ അവിടെ ഇരുന്നിട്ട് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നു. ശരിക്കും അത് കാണുന്ന സമയത്ത് ഒരു ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ, അതായത് ന്യൂട്രലായിട്ട് വളരെ മൈൽഡായിട്ട് വിശ്വസിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ആ ഒരു വിശ്വാസം, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം വരും. കാര്യം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ഇത് കാണിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരാളുടെ പൂജ ചെയ്യുന്നു, അതിൽ കുറേ സ്വാമിമാര് വരുന്നു, സ്വാമിമാര് ക്ഷേത്രത്തിൽ വരുന്നു, നൃത്തങ്ങൾ ചെയ്യുന്നു. ആക്ച്വലി എന്താ അത് സംഭവം? അല്ല, നമുക്കിപ്പോ ഇതിനെ ഒരു രണ്ട് രീതിയിൽ കാണാം. ഇപ്പം നമ്മളുടെയൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ആശ്വാസം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്താണ് പറയുന്നത്? നമുക്കൊരു സമാധാനം കിട്ടുക എന്നുള്ളതാണ്. ഈ സമാധാനം എവിടുന്ന് കിട്ടുന്നു എന്നുള്ളത്, അത് എടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഞാൻ പറയുന്നത് ഇതിനെ ചൂഷണം, ഇതിനകത്തൊരു ഫിനാൻഷ്യൽ ഇടപാടുകൾ വരുമ്പോൾ, അതായത് നിങ്ങൾ എനിക്ക് ഇത്ര രൂപ തന്നാൽ ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം എന്ന് പറയാത്തിടത്തോളം കാലം ഇപ്പൊ നിങ്ങൾക്ക് ഒരാളെ വിശ്വാസം ഉണ്ടെങ്കിൽ, ഈ ദൈവം എന്ന വാക്കിന്റെ അർത്ഥം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ദിവ് എന്ന ധാതുവിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളെ നല്ലതുപോലെ നിയന്ത്രിക്കുന്ന ആരോ, അതെല്ലാം നമ്മൾ ദൈവതുല്യരാണ്. നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്, നമ്മുടെ ആചാരം പഠിപ്പിക്കുന്നത്. നമ്മൾ ദൈവത്തെ പല സ്ഥലത്ത് കാണും. നമ്മൾ ദൈവത്തെ ഇപ്പൊ പലരും പറയും, ഈ പിന്നെന്തേ നിങ്ങളുടെ ദൈവത്തെ കാണിച്ചു തരാൻ. നമ്മുടെ ദൈവത്തെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് നമ്മളുടെ ആശുപത്രിയിൽ നമ്മളൊരു രോഗവുമായി ചെല്ലുമ്പോൾ
നമ്മളോട് വളരെ സ്നേഹത്തോടെ ഇടപെട്ട് നമ്മൾക്കൊരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതെത്ര റിസ്കി ഉള്ളതാണെങ്കിലും മനസ്സിൽ ഒരു പതർച്ചയില്ലാതെ, പൈസ മോഹിക്കാതെ നമ്മളെ ആ ഓപ്പറേഷൻ ചെയ്ത് നമ്മളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ തിരിച്ചു കൊണ്ടുവരുന്ന ആൾ ദൈവമാണ്. നമുക്കൊരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ കരകയറില്ല എന്ന് ചിന്തിക്കുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് ഇത് നിനക്കിപ്പോൾ മാറും, നീ ധൈര്യമായിട്ടിര്, ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്, ഈ പ്രതിസന്ധികളിൽ നിന്ന് നീ കരകയറും എന്നൊരാൾ പറഞ്ഞാൽ അയാൾ നമുക്ക് അപ്പോൾ ദൈവതുല്യനാണ്. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിൽ. നമുക്ക് എത്ര ദൈവങ്ങളാണ് നമ്മൾ ഹൈന്ദവ വിശ്വാസത്തിൽ, എത്രയോ ദൈവങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാൾ, ഇപ്പൊ നിങ്ങൾ ആൾ ദൈവം എന്ന് പറയുന്ന ഒരാൾക്ക് ആശ്വാസം നൽകുന്നതാണെങ്കിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഞാൻ അയാളെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ എതിർക്കുന്നത് ഏതിനെയാണ്? നീ ഒരു 30,000 രൂപ കൊണ്ട് തന്നില്ലെങ്കിൽ ഈ ആൾ ദൈവമായ ഞാൻ നിന്റെ കുടുംബം നശിപ്പിക്കും, നിന്റെ കൊച്ചിനെ ഇല്ലാതാക്കും, നിന്റെ കുഞ്ഞിനെ കൊന്നുകളയും എന്ന് പറയുന്നതിനെയാണ് എതിർക്കേണ്ടത്. പക്ഷെ അത് പൈസയുടെ ഒരു കാര്യം ഓക്കെയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ആശ്വാസമാകുന്നു കുറെ ആളുകൾക്ക്. അപ്പം ഇപ്പൊ ഈ പറഞ്ഞ ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റിയുടെ ഒരു വിശ്വാസത്തിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഫൂളാക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഇതൊരു കോമഡി ആയിരുന്നോ, ഇതെന്താണിത് എന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒരു ശരിയാണോ? അല്ല, ഞാൻ ഇതിനെ ആദ്യം മുതൽ എതിർക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു തുടങ്ങിയ പോയിന്റ് ഇതാണ്. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലുകൾ പോലും വിശ്വാസ യൂട്യൂബ് ചാനലുകളാണ്. അതിലാണ് കാഴ്ചക്കാർ കൂടുതൽ. നിങ്ങൾ നല്ലത് പറഞ്ഞു കൊടുത്താൽ കാണാൻ ആളില്ല. അപ്പുറത്ത് ആള് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അതുണ്ടാവുമല്ലോ. ഈ കാഴ്ചക്കാർ കൂടുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും ചാനലുകളിലെ ചർച്ച. നിങ്ങൾ ഒരു സ്ത്രീ പീഡനം ഒരു ചാനലിൽ ചർച്ച ചെയ്യുകയും വിലക്കയറ്റം മറ്റൊരു ചാനലിൽ ചർച്ച ചെയ്യുകയും ചെയ്താൽ വരുൺ ഏത് ചാനൽ കാണും? സ്വാഭാവികമായിട്ടും എല്ലാരും ഫോക്കസ് ചെയ്യുന്നത് വരുൺ ഏത് ചാനൽ കാണും? ഉറപ്പായിട്ട് സ്ത്രീ പീഡനത്തിന്റെ കാര്യം നോക്കും. കാര്യം അത് ആരാണ്, എന്താണ്, അത്രേ ഉള്ളൂ. അത് ഉറപ്പായിട്ടും. അപ്പൊ ഒരാൾക്ക് എന്താണോ ആവശ്യം അത് അവർ കൊടുക്കുന്നു, ആവശ്യമുള്ളവൻ എടുക്കുന്നു. ഇതിന് വേണ്ടത് എവിടാന്ന് വെച്ചാൽ ചെറുതിലെ മുതൽ തന്നെ ഈ മതഗ്രന്ഥങ്ങൾ, അതായത് നല്ല ഗ്രന്ഥങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഭഗവത്ഗീത പഠിപ്പിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ എല്ലാം വളരെ പോസിറ്റീവ് സാധനങ്ങളാണ്. ജീവിതത്തിനെ എങ്ങനെ ഓരോ ഘട്ടങ്ങളെയും നേരിടാം എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. വളരെ രസകരമായ ശ്ലോകങ്ങളുണ്ട്. മനസ്സിലായി? ഇത് പഠിപ്പിക്കണം. ഞാൻ പറയുന്നത് ഖുറാൻ, പരിശുദ്ധ ഖുറാൻ, ഇസ്ലാം മത വിശ്വാസിയായ കുഞ്ഞുങ്ങളെല്ലാം അത് പഠിക്കുന്നുണ്ട്. ഖുറാനിൽ പോയി വണ്ടിക്ക് കല്ലെറിയാൻ പഠിപ്പിക്കുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവനെ തട്ടണം. അതെ. ഖുറാനെ നല്ലതുപോലെ വിവർത്തനം ചെയ്ത് ഖുറാനിലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആചാര്യൻ ഉണ്ടായാൽ ഒരു നല്ല സമൂഹം അവിടെ വാർത്തെടുക്കാൻ പറ്റും. ബൈബിളിലെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബൈബിളിലെ സ്നേഹത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ഒരു ആചാര്യൻ തയ്യാറായാൽ അവിടെ നല്ല സമൂഹം ഉണ്ടാവും. ഭഗവത്ഗീതയെ പറ്റി നല്ലതുപോലെ വിവർത്തനം ചെയ്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു ആചാര്യൻ ഉണ്ടാവുകയും അതിലേക്ക് കുഞ്ഞുങ്ങളെ വിടുകയും ചെയ്താൽ നല്ലൊരു സമൂഹം ഉണ്ടാകും. ചൂഷണം എല്ലായ്പ്പോഴും ഉണ്ടാവും. ചൂഷണത്തിന് നിന്നു കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ തെറ്റാണ്. അത് നിങ്ങളുടെ തെറ്റല്ലേ? അത് ഈ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചില വിസകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര പേരാണ് പൈസ കൊണ്ട് കൊടുക്കുന്നത്? കാനഡയില് പെട്രോൾ പമ്പിൽ നിൽക്കാൻ വിസ, അങ്ങനെ ഒരു വിസ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ലോജിക്കലി ചിന്തിച്ചൂടെ? കാനഡയിൽ പെട്രോൾ പമ്പിൽ നിൽക്കാൻ വിസ ഉണ്ടോ? അങ്ങനെ ഒരു വിസ കിട്ടുമോ? അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പിള്ളേര് പഠിക്കാൻ പോയി നിൽക്കുകയാണ്. അവർ ചെറിയ പൈസയ്ക്ക് ഈ ജോലി ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഇവിടുന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ശമ്പളവും കൊടുത്ത് കാനഡയിലെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ഒരാളെ കൊണ്ടുപോകുമോ എന്ന് ലോജിക്കലി ഒന്ന് ചിന്തിക്കട്ടെ. ഉറപ്പായിട്ടും. അത് ചിന്തിക്കാതെ പൈസ കൊണ്ട് കൊടുത്തിട്ട് പൈസ പോയെന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് നിനക്ക് ഇതറിയാൻ എന്നൊരു തിരിച്ചുചോദ്യം ഇല്ലേ വരുണേ? ആ തിരിച്ചുചോദ്യം ഈ വിശ്വാസത്തിലും വേണ്ടി. നിനക്ക് പഠിക്കാൻ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സന്ധ്യക്ക് നാമം ചൊല്ലിക്കാറുണ്ടോ? നിങ്ങളുടെ മക്കളിൽ എത്ര പേർക്ക് ഭഗവത്ഗീത അറിയാം? ഭഗവത്ഗീതയിലെ ഒരു പദ്യമെങ്കിലും കാണാതെ പറയാൻ പറ്റുന്ന എത്ര ഹിന്ദു കുട്ടികളുണ്ട് ഇവിടെ? നിങ്ങൾ അവരെ കുറ്റം പറയുന്നു, ഇവരെ കുറ്റം പറയുന്നു. അവരവരുടെ മതഗ്രന്ഥങ്ങൾ പഠിക്കുന്നുണ്ട്. ഖുറാനിലെ സൂറത്തുകൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ യാസീൻ എങ്ങനെ ഓതുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ മുസ്ലിം പിള്ളേർക്കും അറിയാം. അത് പഠിച്ചിട്ടാണ്. സങ്കീർത്തനങ്ങൾ 91 സങ്കീർത്തനം ഏതാന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക എല്ലാ ക്രിസ്ത്യൻ പിള്ളേർക്കും അറിയാം. ഭഗവത്ഗീതയിലെ ഏറ്റവും മനോഹരമായ ശ്ലോകം ഏതാന്ന് ചോദിച്ചാൽ എത്ര ഹിന്ദു പിള്ളേർക്ക് അറിയാം? ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ തുടങ്ങുന്നത് ഏത് പദ്യത്തിൽ നിന്നാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ എത്ര പിള്ളേർക്ക് അറിയാം? പോട്ടെ, തുടക്കം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാഹ പാണ്ഡവ ചൈവ കിമകുർവത സഞ്ജയ എന്ന് പറഞ്ഞു തുടങ്ങുന്ന
ആ തുടങ്ങുന്ന ശ്ലോകം എത്ര പിള്ളേർക്ക് അറിയാം? നിങ്ങളത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളിത് പഠിപ്പിക്കണം. നിങ്ങളിത് പഠിപ്പിക്കാതെ നിങ്ങൾ മറ്റവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയാം. എടാ, നീ നിന്റെ കുഞ്ഞിനെ എന്തുകൊണ്ട് നിന്റെ ആചാരം നിന്റെ അനുഷ്ഠാനം പഠിപ്പിക്കുന്നില്ല? ഭഗവത്ഗീതയിൽ പോയിട്ട് നിങ്ങൾ ഒരാളെ കൊല്ലാൻ പറയുന്നില്ല, ഒരാളെ ആക്രമിക്കാൻ പറയുന്നില്ല, വണ്ടി അടിച്ചു പൊട്ടിക്കാൻ പറയുന്നില്ല, നീ പോയി കള്ളു കുടിച്ച് ഓടിക്കിടക്കാൻ പറയുന്നില്ല, നീ പോയി പലിശക്കാരനായിരുന്നു പൈസ എടുക്കാൻ പറയുന്നില്ല, നീ അനാവശ്യമായിട്ട് കൊണ്ടൊന്ന് ഡ്രഗ് യൂസ് ചെയ്ത് റോഡിൽ നടക്കാൻ പറയുന്നില്ല. നല്ലതല്ലേ പറയുന്നത്? ഇത് പഠിപ്പിച്ചുകൊണ്ട് എന്ത് തെറ്റാണുള്ളത്? വരണം, ഞാൻ പറയുന്നത് നമ്മുടെ ആചാരങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അന്യധർമ്മ വിഘാതോന പുണ്യം പരിചക്ഷതേ സ്വധർമാധ്യയനം പുണ്യം ശാന്തിനം സുഖവർദ്ധനം. അതായത് അന്യധർമ്മത്തെ നശിപ്പിക്കുന്നതോ അന്യധർമ്മത്തെ കുറ്റപ്പെടുത്തുന്നതോ അല്ല പുണ്യകരം. അത് പുണ്യവുമല്ല, അത് ശാന്തി നൽകുന്നതുമല്ല, സമാധാനക്കേടുണ്ടാക്കുന്നതുമാണ്. സ്വധർമാധ്യയനം പുണ്യം ശാന്തിനം സുഖവർദ്ധനം. നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ ആചാരത്തെ, നമ്മുടെ അനുഷ്ഠാനത്തെ, നമ്മുടെ ഗ്രന്ഥത്തെ പഠിപ്പിക്കുന്നതാണ് ശാന്തി നൽകുന്നതും സുഖവർദ്ധനവും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞുകൊണ്ട്. ഋഷീശ്വരന്മാർ എത്രയോ നാൾ മുമ്പ് എഴുതപ്പെട്ടിട്ടുണ്ട്. നമ്മളിലേക്ക് നമ്മൾ നോക്കണം. നീ നിന്റെ ധർമ്മം പഠിച്ചോ, നീ ഭഗവത്ഗീത പഠിച്ചോ, നീ ഭാഗവതം വായിക്കാൻ പഠിച്ചോ, നീ രാമായണം വായിക്കാൻ പഠിച്ചോ, നിനക്ക് എത്രമാത്രം ഗ്രന്ഥങ്ങളുണ്ട്, നീ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിച്ചിട്ടുണ്ടോ? നിനക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കത്തക്ക ഗ്രന്ഥങ്ങൾ നിന്റെ പൂർവികർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നീ അതിൽ ഒരെണ്ണമെങ്കിലും വായിച്ചിട്ടുണ്ടോ? നീ അതിൽ ഒരു പദ്യമെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പഠിക്കാത്ത നീ പോയിട്ട് മറ്റവൻ ചെയ്യുന്ന തെറ്റാ, അവന്റെ ഗ്രന്ഥം തെറ്റാ, അവൻ പറയുന്ന തെറ്റാ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. പഠിക്കണ്ടേ? അതെ. നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ സന്ധ്യയ്ക്ക് നാമം ജപിപ്പിക്കുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കളെ കൊണ്ട് നാമം ജപിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ദൈവദശകം അറിയുമോ നിങ്ങൾക്ക്? അറിയത്തില്ല. അതെങ്ങനെ ചൊല്ലണം എന്ന് നിങ്ങൾക്കറിയോ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഒന്നും അറിയത്തില്ല. നിങ്ങൾക്കറിയാവുന്നത് അവൻ്റെ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും ഉണ്ടോ, അവൻ്റെ പുസ്തകത്തിൽ. എടാ, നീ പഠിക്കാതെ, നീ നിന്റെ പുസ്തകം പഠിക്കും, നീ നിന്റെ ധർമ്മം പഠിക്കും. ഇത് പറയുമ്പോൾ നമ്മളെ കൊല്ലാൻ നിന്നാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലൊന്നും നമുക്ക് കേട്ട് അതൊരു ശീലമായി പോയി. അപ്പോൾ അത് നമ്മൾ സംസാരിച്ചു. പിന്നെ അതുപോലെ എനിക്ക് ചോദിക്കണം എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശബരിമലയിൽ യുവതീ പ്രവേശനം ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് കൊടുത്തു. ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ നേരെ മലക്കം പറഞ്ഞു. അതായത് അത് തെറ്റായിപ്പോയി. ശരിക്കും ആചാരലംഘനം എന്ന് പറയുന്ന ഒരു കാര്യം, യുവതീ പ്രവേശനം എന്ന് പറയുന്ന കാര്യം, ദേവസ്വം ബോർഡിന്റെ നിലപാട്, സർക്കാരിന്റെ നിലപാട്, ഇതിനെയൊക്കെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ വരുണിനോട് ചോദ്യം ചോദിക്കാം. അമ്പലം എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ് ആണോ പബ്ലിക് പ്ലേസ് ആണോ? വിശ്വാസികൾക്കുള്ള സ്ഥലമാണ്. പ്രൈവറ്റ് പ്ലേസ് കൺഫേം ആണ്, അത് പബ്ലിക് പ്ലേസ് അല്ല. പ്രൈവറ്റ് പ്ലേസിൽ അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ആചാരങ്ങളാണ്. ഒരു പ്രൈവറ്റ് പ്ലേസിൽ പബ്ലിക് അല്ല അവിടുത്തെ ആചാരങ്ങൾ ഉണ്ടാക്കുന്നത്. ആരാ ഉണ്ടാക്കുന്നത്? അവിടുത്തെ അവിടെ ആരാണോ നിയമങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നിയമം എന്ന് പറഞ്ഞാൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടല്ല. ഒരു പ്രൈവറ്റ് പ്ലേസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന്. ഇപ്പം ഈ ഫ്ലോറിനകത്ത് ഞാൻ ചെരുപ്പിട്ടുകൊണ്ട് കയറണോ ചെരുപ്പിട്ടുകൊണ്ട് കയറണ്ടോ എന്നുള്ളത് എൻ്റെതല്ല. നിങ്ങൾ ഇതിനകത്ത് ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പാടില്ല, ഞങ്ങൾ ഇതിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഫ്ലോറാണെന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ നിയമമാണ് ഇവിടെ. അത് ഭരണഘടനയിലെ നിയമത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതൊരു പ്രൈവറ്റ് പ്ലേസ് ആണ്. ആരുടെ പ്രൈവറ്റ് പ്ലേസ് ആണ് അമ്പലം? വിശ്വാസികളുടെ പ്രൈവറ്റ് പ്ലേസ് ആണ്. വിശ്വാസികൾ വിശ്വസിക്കുന്നത് എന്താണ്? ഇന്ന പ്രായപരിധിയിലുള്ള ആളുകൾ അവിടെ, അത് മാറാത്തിടത്തോളം അതാണ് അവിടുത്തെ ആചാരം. നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ ആചാരം പാലിക്കണം. അതർവൈസ് നീ വിശ്വാസിയല്ല, അപ്പൊ നിനക്ക് അവിടെ കയറാൻ പറ്റില്ല. അതിന്റെ ആവശ്യമില്ല. നീ അവിടെ കയറാൻ പറ്റില്ല നിനക്ക്. അതൊരു പബ്ലിക് പ്ലേസ് അല്ല, അതൊരു പ്രൈവറ്റ് പ്ലേസ് ആണ്. ഞാൻ വിശ്വാസിയാണ്, എനിക്ക് ശബരിമലയിൽ ഇന്ന പ്രായത്തിൽ കയറണം എന്ന് പറഞ്ഞാൽ അത് ആചാരമല്ല. അപ്പൊ ആചാരം പാലിക്കാതെ നീ അപ്പൊ വിശ്വാസിയല്ലാതാകുകയാണ്. അതെ. ഞാൻ ഒരു ഉദാഹരണം എൻ്റെത് പറയാം. ഉടുപ്പൂരി അമ്പലത്തിൽ കയറുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല, അത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ചിന്ത ഏതാണ്? പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയും. ഇനി ആരെന്നെ വിമർശിച്ചാലും ഉടുപ്പൂരി അമ്പലത്തിൽ കയറുന്നതിനെ ഞാൻ പണ്ടും എതിർത്തുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് എതിർത്തിട്ടുണ്ട്. 10 വർഷം മുമ്പ് എനിക്ക് കേസ് എടുത്തിട്ടുണ്ട് അതിന്. ഞാൻ അങ്ങനെ പറഞ്ഞതിന് 10 വർഷം മുമ്പ്. പക്ഷേ ഉടുപ്പൂരിയാണ് ഒരു അമ്പലത്തിൽ കയറണം എന്നൊരു ആചാരമുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉടുപ്പൂരി കയറുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ കയറത്തില്ല. ഇപ്പം എനിക്ക് ചില അമ്പലത്തിൽ പ്രസംഗിക്കാൻ പോകണം, അവിടെ ചെല്ലുമ്പോൾ ഇവർ എന്നോട് പറയുമ്പോൾ അമ്പലത്തിനകത്ത് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ദീപാരാധന അടക്കാണ്, ഒരു നേരിയതും പുതച്ച് ഞാൻ പോയി കയറും. അല്ലാതെ ഞാൻ ഉടുപ്പൂരി കയറുന്നതിനെതിരാണെന്ന് പറയത്തില്ല. കാരണം അവിടുത്തെ ആചാരം അതാണെങ്കിൽ നീ അത് പാലിക്കുക, ഇല്ലെങ്കിൽ നീ പോകാതിരിക്കുക.
എനിക്കൊരിടത്ത് ഉടുപ്പ് ഊരാതെ കയറാൻ പറ്റുന്നത് നീ പോണ്ടാടി, നിന്റെ കാരണം അങ്ങോട്ട് ക്ഷണിച്ചോ, നിനക്ക് താല്പര്യമില്ല നീ മാറിയിക്കുക, അതല്ലേ വേണ്ടത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രങ്ങൾ ഇപ്പം എസ്പെഷ്യലി ശബരിമലയുടെ കാര്യം പറഞ്ഞാൽ അത് വിശ്വാസികൾക്കുള്ള വിശ്വാസം സംരക്ഷിക്കാനുള്ള ഒരു സ്ഥലം, ഒരു ആക്ടിവിസം കാണിക്കാനായിട്ടുള്ള ഒരു സ്ഥലമാണ്. വിശ്വാസികളുടെ പ്ലേസ് ആണ്. ശരിക്കും അന്ന് ഒരു സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഈ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് വിശ്വാസികളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ വിശ്വാസികളുമായി സംവദിക്കുന്ന ഒരാളാണ്. ഏറെയും എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ ഈ പറയുന്ന യുവതികൾക്ക് പോലും അവർ വിശ്വാസിയാണെങ്കിൽ അവർക്ക് ആ സമയത്ത് പോകണ്ട, റെഡി ടു വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്തിനാണ് വെറുതെ നിർബന്ധിച്ച് ബഹളം വെപ്പിച്ച ഒരാളെ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. അതിന്റെ ആവശ്യമില്ല. ഒരു ആചാരം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അത് പാലിക്കുക. ശരി, നിങ്ങൾക്കിപ്പോ ഈ പ്രായത്തിലാണോ ഞങ്ങൾ എന്നാ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല, അയ്യപ്പനെ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല എന്ന് പറയാം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ആരാണ് നിർബന്ധിച്ചോ? ആരും പുഷ് ചെയ്ത് വിടുന്നില്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു ബോർഡ് എന്ന രീതിയാണ് ദേവസ്വം ബോർഡ്. ശരിക്കും അതൊരു പൊളിറ്റിക്കൽ ഡ്രാമയുടെ ഭാഗമായിട്ട് അത് അങ്ങനെ പ്രവർത്തിക്കും. ഇതിനകത്തെല്ലാം പക്ക പൊളിറ്റിക്സ് ആയത് പൊന്നു വരണേ. ഞാൻ പറയട്ടെ, ഞാൻ രസകരമായി കണ്ട ഒരു കാഴ്ച. ഈ ആറ്റുകാൽ പൊങ്കാല നടന്നു, ഇലക്ഷനായി അടുത്താണ് നടക്കുന്നത്. ഞാൻ വെറുതെ ഒരു ക്യൂരിയോസിറ്റിയിൽ അവിടെ പോയ എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിനും ചാനലുകാരെടുത്ത് ഇന്റർവ്യൂ. എല്ലാവരും പൊളിറ്റിക്സ് ആണ് പറയുന്നത്. ഞങ്ങൾ അത് ചെയ്തു, അത് ചെയ്യാൻ പോവാണ്, ഞങ്ങൾ ഇത് ചെയ്തതാണ്, ഞങ്ങൾക്ക് വിജയിക്കും, ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി പൊങ്കാല ഇടുന്നതാണ്, ഞങ്ങൾ അത് ചെയ്യാൻ ഇത്. ആരെങ്കിലും ആറ്റുകാലമ്മയുടെ മാഹാത്മ്യത്തെ പറ്റിയോ, ആറ്റുകാലമ്മയുടെ വിശ്വാസത്തെ പറ്റിയോ, ആറ്റുകാലമ്മയുടെ ഐതിഹ്യത്തെ പറ്റിയോ, അവിടെ പൊങ്കാല ഇടുന്നതിൻ്റെ മാഹാത്മ്യത്തെ പറ്റിയോ, പൊങ്കാല ഇടുന്നതിൻ്റെ രീതിയെ പറ്റിയോ, അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയോ ഒരു നേതാവെങ്കിലും പറഞ്ഞത് നിങ്ങൾ കേട്ടോ? നിങ്ങൾ വളരെ ചർച്ച ചെയ്തു. പൊളിറ്റിക്സ് ആണ്. അതാ ഞാൻ പറഞ്ഞു, വിശ്വാസികൾ എന്ന് പറയുന്നവർ കറകളഞ്ഞ വിശ്വാസികളാണ്. അവർക്ക് പൊളിറ്റിക്സ് ഇല്ല, അവർക്ക് രാഷ്ട്രീയമില്ല. അവിടെ ചെന്ന് നിന്നത് ആളുകൾ എല്ലാവരും പറഞ്ഞ ഇന്റർവ്യൂ നിങ്ങൾ എടുത്തു, ഞാൻ ആരുടെ പേര് പറയുന്നില്ല, എല്ലാവരുടെ എടുത്ത് നോക്കിയോ. ചിലപ്പോൾ റിപ്പോർട്ടർമാർ ചോദിച്ചത് കൊണ്ടായിരിക്കാം, പക്ഷെ അവർക്ക് ഒരു കാര്യം പറയാം, ഞങ്ങൾ വന്നത് ആറ്റുകാലമ്മയുടെ അടുത്താണ്. ഇവിടെ പറയാമോ? പറഞ്ഞുകൂടെ? ചെയ്തിട്ടില്ലെന്ന്. അതെ, അല്ല എനിക്കത് സത്യം പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ആ ഒരു നിലപാട് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത്. കാര്യം അന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കുറെ പേരെ ജയിലിലടച്ചു, ഒരുപാട് പേരുടെ ചെറുപ്പക്കാരുടെ ഭാവി പോയി, കുറെ പേര് കേസിന് ഇതായി PDPP ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇട്ട് അവരുടെ പേരിൽ കേസെടുത്തു. ഒരു കേരളം ഒറ്റ ദിവസം സ്തംഭിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. ശരിക്കും എന്തിനായിരുന്നു അത്? ഒരാവശ്യമില്ല. മാത്രമല്ല ഞാൻ പറയുന്നത് പൊളിറ്റിക്സിന്റെ വഴി വിടുക, ആചാരങ്ങളുടെ വഴി വിടുക. ഇവിടെ ആചാരങ്ങൾ പാലിക്കപ്പെടണം എന്ന് ഭരണഘടനയിലുണ്ട്. വിശ്വാസികളുടെ വിശ്വാസങ്ങൾ പാലിക്കപ്പെടണം. വരട്ടെ. നമ്മളിപ്പോൾ ധൃതി പിടിച്ച് സുപ്രീം കോടതിയിൽ ഒരു ഇത് വന്നു, അതിനെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ള ഓപ്ഷൻസ് ഉപയോഗിച്ചാണ് അപ്പീലിന് പോകുന്നത്. വരട്ടെ, ഫൈനൽ വെർഡിക്റ്റ് വരട്ടെ. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ, ധൃതി പിടിക്കണ്ട. വിശ്വാസികളെ ആണിപ്പം ഒരു കൂട്ടം വിശ്വാസികളായ സ്ത്രീകൾ എനിക്ക് ശബരിമലയിൽ ഈ സമയത്ത് കയറണം എന്ന് പറഞ്ഞാൽ അപ്പോഴും തെറ്റാണ്, അവർ വിശ്വാസികളല്ലാതായി മാറുകയാണ്. കാരണം അവിടുത്തെ ആചാരം പാലിക്കുന്നവരാണല്ലോ വിശ്വാസികൾ. ആചാരം പാലിക്കുന്നവരാണ് വിശ്വാസികൾ. അതെ, അത് ശരിയാണ്. യഥാർത്ഥ ഭക്തർ എപ്പോഴും ആ ഒരു ആചാരങ്ങൾ പാലിക്കുന്നെങ്കിൽ മാത്രമാണ് വിശ്വാസിയാവുന്നത്. അല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസിയല്ല. ഇപ്പൊ ഞാൻ ഒരു അമ്പലത്തിൽ ചെന്നിട്ട് ഞാൻ വിശ്വാസിയാണ്, ഉടുപ്പൂരി അമ്പലത്തിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസി അല്ലാതായി. അപ്പോൾ കാരണം അവിടുത്തെ ആചാരം പാലിക്കുന്നെങ്കിലാണ് നീ അവിടുത്തെ വിശ്വാസി. ആചാരം പാലിക്കുന്നില്ലെങ്കിൽ നീ വിശ്വാസിയല്ല. ഞാനിപ്പോൾ ബാലിയിൽ പോയി. ബാലി ചെന്നപ്പോൾ അവിടെ ഒരു വലിയ അമ്പലമുണ്ട്, പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അവിടെ ആ അമ്പലം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ തകർന്നു പോയിട്ട് പിന്നീട് അതവർ പുതുതാക്കി കൊണ്ടുവന്നിപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പക്ഷെ ഒരു കാര്യം എടുത്തു പറയാം, അവർ ആ അഗ്നിപർവ്വതത്തിൻ്റെ ആ ലാവ ഉപയോഗിച്ചുള്ള കല്ലുകൾ കൊണ്ടൊക്കെ തന്നെയാണ് ട്രഡീഷണൽ വേയിലാണ് അത് ഇപ്പോഴും ചെയ്യുന്നത്. നമ്മുടെ പല അമ്പലങ്ങൾ റെനോവേറ്റ് ചെയ്ത് കാണുമ്പോൾ ടൈലൊക്കെ ഇട്ട് കുട്ടപ്പനാക്കുമ്പോൾ ട്രഡീഷണൽ ലൈൻ വിട്ടു പോകുന്നുണ്ട്. അത് പോട്ടെ, പിന്നെ നമ്മളിപ്പോൾ ഇതിനകത്ത് എല്ലാത്തിലും വിമർശനം പറയുന്നത് ശരിയല്ല. അപ്പോൾ ആ അമ്പലത്തിലോട്ട് കയറുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ എഴുതി വെക്കാല്ല, നമ്മൾ ഇതുപോലൊരു കൈലി ഉണ്ട് അവിടെ. പണ്ട് ഗൾഫിൽ നിന്നൊക്കെ നമ്മുടെ ഗൾഫിലെ ചേട്ടന്മാരൊക്കെ വരുമ്പോൾ നമുക്ക് കൈലി കൊണ്ട് പുള്ളിപ്പുള്ളി കൈലി ഒരു പോലീസ്, അത് ആ കൈലി എടുത്തേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അത് അവിടുത്തെ ആചാരോ. അപ്പം ഞാൻ ചെന്നിട്ട് പറയാണ്, കാര്യമൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നീ കയറണ്ട പൊക്കോ. അല്ല പിന്നെ എന്തോ കാര്യം, അവിടെ അതാണ് ആചാരം, നീ അത് പാലിക്കുക. അല്ലയോ എൻ്റെ പൊന്നുമോ പൊക്കോ, നിനക്ക് ഇവിടെ ആവശ്യമില്ല, നീ കയറണ്ട, നിന്റെ കയറുന്നൂടെ ആർക്കും നിർബന്ധമില്ല. 1000 കണക്കിന് പേര് വന്ന് നിൽക്കണം അവിടെ കയറാൻ. ഓക്കെ, അപ്പോൾ അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ മനപ്പൊരുത്തം, പിന്നെ അതുപോലെ തന്നെ ഗ്രഹനില. ഇപ്പം ചില ആളുകളൊക്കെ ഭയങ്കരമായിട്ട്, പെൺകുട്ടികളായാലും ആൺകുട്ടികൾ, ഇവർ തമ്മിൽ പ്രണയിക്കുന്നു, ഭയങ്കരമായി പ്രണയിക്കുന്നു. പ്രണയിച്ചതിന് ശേഷം അവർ വെൽ സെറ്റിൽഡ് ആവുന്നു. പക്ഷേ വീട്ടുകാർ പോകുന്നു, രണ്ട് വീട്ടുകാരും പോയി രണ്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്നു. അവർ രണ്ടുപേരും പറയുന്നു, ഇവ ചൊവ്വ ഉച്ചത്തിലാണ്, ശനി ദോഷമുണ്ട്, രാഹു ശരിയല്ല, കേതു ശരിയല്ല, അതുകൊണ്ട് ഇത് നടക്കില്ല, ഇതിലൊരാൾക്ക് മരണം ഉറപ്പ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ശരിക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഫാക്റ്റ് ഉണ്ടോ? ഈ പൊരുത്തം എന്ന് പറയുന്നത്, പൊരുത്തം നോക്കുന്നത് വിവാഹം നടത്താതിരിക്കാനല്ല, നടത്താൻ വേണ്ടിയാണ്. വിവാഹം നടത്താനാണ് പൊരുത്തം, കല്യാണം മുടക്കാനല്ല പൊരുത്തം. ഇത് ശരിക്കും പറഞ്ഞൊരു കോൺഫിഡൻസ് ആണ്. നമുക്ക് മുമ്പേ ആ പൊരുത്തം കൊള്ളാം എന്ന് തോന്നിയാൽ നല്ലതാണ്. പിന്നെ വരുൺ പറഞ്ഞതുപോലെ ഈ പൊരുത്തമില്ലായ്മ കൊണ്ട് കല്യാണങ്ങൾ നടക്കാതിരിക്കുന്നില്ല ശരിക്കും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം വരുണേ. നമ്മളിപ്പോൾ 9 പൊരുത്തം ഉത്തമമാണ്, ജാതക ചേർച്ച നല്ലതുണ്ട്, ദശാസന്ധി ദോഷമില്ല, ഇത് മൂന്നുമാണ് പ്രാഥമികമായി നോക്കുന്നത്. എല്ലാം സെറ്റ്. പയ്യനോ പെൺകുട്ടിയോ ഒരു സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ, അവർക്ക് സമൂഹത്തിലൊരു പേരില്ലെങ്കിൽ, അവരെപ്പറ്റി വളരെ മോശമായ അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നതെങ്കിൽ, അവർക്ക് വരുമാനമില്ലെങ്കിൽ, അവർക്ക് വിദ്യാഭ്യാസമില്ലെങ്കിൽ, ഏതെങ്കിലും പേരൻസ് കല്യാണം നടത്താൻ സമ്മതിക്കുമോ? എല്ലാ പൊരുത്തവും ഓക്കെയാ, പക്ഷേ ഇവന് സാമൂഹ്യ വിരുദ്ധനാ അല്ലെ സാമൂഹ്യ വിരുദ്ധയാ, ക്യാരക്ടർ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ചേരുന്നതിൽ ഒരു പാർട്ട് മാത്രമാണ് പൊരുത്തം. പക്ഷെ ഇതിൽ അപകടം എവിടെന്ന് വെച്ചാൽ, ഈ പൊരുത്തത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നവർ അവർ സാഡിസ്റ്റുകളാവുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അവർ ഏറ്റവും എക്സ്ട്രീം നെഗറ്റീവ് പറഞ്ഞു കൊടുക്കും. ഈ പയ്യൻ മരിക്കും, അല്ലെ ഈ പെണ്ണ് മരിക്കും, വെറും മരണമല്ല ചതഞ്ഞരഞ്ഞ് മരിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ആരായാലും പേടിച്ചു ഭയന്നു. തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയില്ല. ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്നത് ക്യാരക്ടർ സ്റ്റഡിയെ പറ്റിയാണ് വരുണേ. അതായത് നമ്മൾ ജാതക ചേർച്ച എന്ന് പറയുന്നത്, ജാതകം എന്ന് പറയുന്നത് പല ഘടകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അയാളുടെ ക്യാരക്ടർ, അയാളുടെ സ്വഭാവം, അയാളുടെ ജീവിത രീതി, അയാളുടെ ജീവിതചര്യയൊക്കെയാണ് അതിൽ പറയുന്നത്. അതേപോലെ സമാനമായി യോജിക്കുന്ന ജീവിതചര്യയുള്ള, ജീവിത രീതിയുള്ള, സ്വഭാവമുള്ള ഒരു കുട്ടി യോജിക്കണം, അല്ലെങ്കിൽ ഒരു പയ്യൻ യോജിക്കണം. ഇതാണ്. ഇനി അതങ്ങനല്ലെങ്കിൽ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അതിനാണ് ജ്യോതിഷം. ഇന്ന് പ്രീ മാരേജ് കൗൺസിലിംഗ്, ആ വാക്ക് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല, കാരണം അത് സയൻറ്റിഫിക്കൽ വേർഡാണ്, സൈക്കോളജിസ്റ്റുകളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നമുക്കിങ്ങനെ പറയാമല്ലോ, വിവാഹത്തിന് മുമ്പേ അവർക്ക് വിവാഹത്തെ പറ്റിയുള്ള കരുതൽ കൊടുക്കുന്ന, അങ്ങനെ പറഞ്ഞാൽ. പക്ഷേ അതിനകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അങ്ങനെ നമ്മൾ കരുതൽ കൊടുക്കുമ്പം അത് പെൺകുട്ടിക്കും ഈ ചെക്കനും പെണ്ണിനും മാത്രം ആരുകരുത്, ഇവരുടെ ഫാമിലിക്ക് തന്നെ കൊടുക്കണം. ശരിയാണ്. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് ഈ കല്യാണം നടത്തുമ്പോൾ ഈ പല ഡിവോഴ്സുകളുടെയും ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയത്, ഈ കുടുംബ ഇടപെടലുകളുണ്ട്. സത്യം, അതൊരു വലിയ അപകടമാണ്. നമ്മൾ ഇടപെടാൻ പോരുന്നത് എപ്പോഴും പ്രൈമറി ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മോനും അല്ല കുഞ്ഞുങ്ങളാണ്. അത് കല്യാണം കഴിപ്പിച്ചു വിടുന്ന അപ്പനും അമ്മയും കൂടി മനസ്സിലാക്കണം. അതായത് അവരുടെ പ്രൈമറി ഫാമിലി എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ആരാന്ന് പറയുന്നില്ല, ഒരു വളരെ അറിയപ്പെടുന്ന ഒരാൾ, ഒരു ആ മകൻ്റെ കല്യാണം കഴിഞ്ഞു. എന്നിട്ട് എന്നെ വിളിക്കുമായിരുന്നു എപ്പോഴും, ഞാൻ സംസാരിക്കുന്ന ഒരാൾ, വളരെ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹരിക്കുട്ടാന്ന് എന്നെ വിളിച്ചു, ഹരിക്കുട്ടാ ഇത് ശരിയാവും തോന്നുന്നില്ല മോനെ, ഇവള് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരാളല്ല, ഇവള് ഭയങ്കര മോശക്കാരിയായിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ എന്താണ് ചേച്ചി? മോനെ ഞാനും അവളും അവനും കൂടെ മെനയാന്ന് കാറേ പോയി, ഞാൻ മുമ്പിൽ കയറിയത് അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു മത്സരമല്ല, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു കാരണം മാത്രമല്ല മോനെ, അവൻ നേരത്തെ പിന്നെ ഇപ്പം ഈ ചേച്ചിയുടെ ഭർത്താവൊക്കെ മരിച്ചു പോയിട്ട് ഉള്ളൊരിതാണ്. അവൻ നേരത്തെ എനിക്ക് കാലുവേദന ഇല്ലയോ മോനെ, ഇവൻ എൻ്റെ പെറ്റായിരുന്നു മോനെ, ഇവൻ വന്ന് എൻ്റെ കാല് തിരുമ്മി തന്നിട്ടാണ് രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നു എന്ന് നോക്കി കുത്തിയിരുന്ന് എൻ്റെ കാല് തിരുമ്മി തന്നിട്ടാണ് പോകുന്നത്, ഇപ്പം അവൻ വരുന്നില്ല മോനെ എന്ന് പറയുമ്പം ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും ഇതിൽ? ഞാൻ പറഞ്ഞ ചേച്ചിയുടെ കയ്യിലാണ് കുറ്റം, ചേച്ചി പറയുന്നത് തെറ്റാണ് ചേച്ചി, അങ്ങനെയല്ല. അത് ചേച്ചി മനസ്സിലാക്കും. അവൻ കല്യാണം കഴിച്ചു, അവരുടെ പ്രൈമറി ഫാമിലി അതാണ്. ചേച്ചിയെ തള്ളിക്കൊണ്ടുള്ള പ്രൈമറി ഫാമിലി എന്നല്ല അർത്ഥം. പക്ഷേ ഇപ്പോൾ ഇത് മുമ്പിൽ ആരിക്കണം എന്നൊക്കെ ഉള്ളത് എന്തിനാ വാശി പിടിക്കുന്നത്? ആ കുട്ടിക്ക് അങ്ങനെ ഇരിക്കണമെങ്കിൽ ചേച്ചി പറയാം, ഓക്കെ നിങ്ങൾ ഇരുന്ന് പൊക്കൂ. എന്തിനാണ് യുദ്ധം നടത്തുന്നത്? കാല് തിരുമ്മി തരാതെ അവനെ വൈകിട്ട് വന്ന് തിരുമണമെന്ന് ചേച്ചി എന്തിനാണ്? അവൻ കല്യാണം കഴിച്ചല്ലേ, അതെന്തിനാ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല, ഇന്നവരെ വിളിച്ചിട്ടില്ല. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ ഡെയിലി വന്നിട്ട് സ്വയംവര അർച്ചന നടത്തുന്നു, ഒരുപാട് പൂജകൾ മകൻ്റെ പേരിൽ നടത്തുക. അയാൾക്ക് ഏതാണ്ട് ഒരു 38 വയസ്സുണ്ട്, പുള്ളി സെറ്റിൽഡാണ്, പുറത്താണ്, എനിക്കൊന്ന് കുവൈറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ സ്ഥിരം ഇത് നടത്തി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് ചെയ്യുന്ന തിരുമേനിയുടെ അടുത്ത് വന്നിട്ട് നിങ്ങളിത് എന്ത് ചെയ്യുന്നേ, 21 തവണ നടത്താൻ പറഞ്ഞു, അത് നടത്തി.
അവർ തന്ത്രിയുടെ അടുത്ത് പറയുന്നു, എല്ലാവരുടെ അടുത്തും പറഞ്ഞു, ലാസ്റ്റ് ദേവിയെ വരെ തെറി വിളിക്കുന്ന അവസ്ഥയായി. നിങ്ങളൊന്ന് കണ്ണ് തുറന്നുകൂടെ, അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ, എൻ്റെ മകൻ്റെ കല്യാണം നടത്തി തന്നുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഇവർ നിന്ന് കരയുക. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോൾ ഇവരെന്നോട് ഈ വിഷമം പറഞ്ഞപ്പോൾ ഞാൻ അമ്മമ്മയുടെ അടുത്ത് ചോദിച്ചു, എന്താണ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതിൻ്റെ പ്രശ്നം അതിനകത്ത് തന്നെ ഉണ്ട്. എന്താണെന്നറിയോ, മകൻ ഗൾഫില, അയാൾക്ക് അവിടെ സെറ്റിൽഡ് ആവാനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട്. ഉറപ്പായിട്ടും 38 വയസ്സായി, കല്യാണം കഴിക്കുന്ന, അപ്പോൾ ആ ഒരു ഏജിൽ വരുന്ന ഒരു പെൺകുട്ടിയായിരിക്കും. ഇതിനെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുക എന്നതുള്ളതാണ് പുള്ളിയുടെ ആഗ്രഹം. പക്ഷേ ഈ അമ്മ വിടത്തില്ല. അപ്പോൾ ഇത് പെൺകുട്ടിയുടെ വീട്ടിൽ പറയുന്ന സമയത്ത് അവർ പറയും, അയ്യോ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, ഇത്രയും പ്രായമായില്ല, ഇനിയും കുഞ്ഞുങ്ങളൊക്കെ വേണ്ടേ, അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് പറയും. അങ്ങനെയാണ് വന്നിട്ടുള്ള 99.9% വിവാഹമായത്. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് വഴക്കമുണ്ടായി. അതായത് മകളുടെ കല്യാണം ഞാൻ പറഞ്ഞില്ല, പൊരുത്തമല്ല ഘടകം എന്ന് ഞാൻ പറയുന്നത് എന്ത് കാര്യം, പൊരുത്തമൊക്കെ എത്ര എണ്ണം ഉത്തമം എന്നൊക്കെ പറഞ്ഞ് എല്ലാം തള്ളിക്കളയാണ്. അപ്പം ഞാൻ ലാസ്റ്റ് ഈ ഇടയ്ക്ക് ചോദിച്ചു, ചേട്ടാ ഇപ്പം ചേട്ടൻ എപ്പോഴും വരുമ്പോൾ എനിക്ക് പൈസ കിട്ടും, പക്ഷെ ഞാൻ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് വേറെ ഒരുപാട് മാർഗ്ഗങ്ങൾ, മന്ത്രവാദവും അതും ഇതുമൊക്കെ ദുർമന്ത്രവാദവും ഒക്കെ പറഞ്ഞ് വേണേൽ ചെയ്യാം. കാരണം അത്രയേറെ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്, ഈ ലാസ്റ്റ് ഒരെണ്ണം കൊള്ളാമെന്ന് പറഞ്ഞ് വന്നത് എന്തുകൊണ്ടാണ്, അത് എന്തിനാണത് സ്കിപ്പ് ചെയ്ത്? അപ്പോൾ പറയാം, പയ്യൻ്റെ അപ്പൂപ്പൻ കുടിക്കുമായിരുന്നു. നമ്മൾ എന്തോ മറുപടിയാണ് ഇത് പറയുന്നത്, എന്ത് മറുപടി? ഇനി ഭൂമി തിരിച്ച് കറക്കിയിട്ട് പയ്യൻ്റെ അപ്പൂപ്പനെ ഉപദേശിച്ച് മര്യാദക്കാരനാക്കിയിട്ട് പിന്നെ കുറച്ച് തിരിച്ച് കറക്കി. ഞാൻ അങ്ങനെ ചോദിച്ചു, ഞാൻ ചേട്ടാ ഭൂമി കുറച്ചൊന്ന് തിരിച്ച് കറക്കി, അപ്പോൾ പയ്യൻ്റെ അപ്പൂപ്പനുണ്ടല്ലോ, മരിച്ചു പോയാളാം, വരുമ്പോൾ അപ്പൂപ്പ കുടിക്കരുത്, കൊച്ചുമോൻ്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഓക്കെ പറഞ്ഞ് കുടിപ്പീര് നിർത്തിയിട്ട് പിന്നെ തിരിച്ച് കറക്കാൻ പറ്റും. നോക്കി കല്യാണം നടത്താതിരിക്കുക. അയ്യോ അത് ഭയങ്കര. ഇതൊക്കെ ചെറുത്, പലതും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കല്യാണം നടക്കത്തില്ല. പിന്നെ പൊരുത്തത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, അങ്ങനെ അവസാനം ദൈവീയ വരെ തെറി വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു, നിങ്ങൾ കണ്ണ് തുറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്തായാലും അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് നോക്കാൻ വരുന്ന ആളുകൾ, ഇഷ്ടംപോലെ ആളുകൾ വരാറുണ്ട്. ഏറ്റവും കൂടുതലും ആളുകൾ പറഞ്ഞു വരുന്ന പ്രശ്നം എന്താ? അല്ല, വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. അങ്ങനെ ഒരു ഇന്ന പ്രശ്നങ്ങൾ മാത്രം എന്നില്ല, പ്രശ്നങ്ങളുള്ളവരാണ് വരുന്നത്. ഇപ്പൊ ഞങ്ങൾ ലോട്ടറി അടിച്ചെന്ന് പറയാൻ ആരും വരത്തില്ല, ശമ്പളം കൂടി കിട്ടി എന്ന് പറയാനും ആരും വരത്തില്ല. പ്രശ്നങ്ങളുള്ളവരാണ് വരുന്നത്. പിന്നെ ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ, വരുണേ, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ വലുതായിരിക്കും, പക്ഷെ എനിക്കത് വലിയ പ്രശ്നം ചിലപ്പോൾ ആണെന്ന് തോന്നണമെന്നില്ല. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വലുതായിരിക്കും, പക്ഷെ അതൊരു പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ ചിലപ്പോൾ അതൊരു വലിയ പ്രശ്നമാകണമെന്നില്ല. അതാണ് ഡിപ്പെൻസ് ഓൺ. ഓരോ ആളുകൾക്ക് ഓരോ പ്രശ്നങ്ങളാണ്. ചിലർക്ക് വീടില്ലായ്മയാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം, ശരിയാണ്. ചിലർക്ക് ജോലിയില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം, ചിലർക്ക് വിവാഹം നടക്കാതെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ നമ്മൾ ഇതിനേക്കാളൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പുറത്തുണ്ട്. നമ്മൾ അവരിലേക്ക് നോക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമുക്കുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തെ മാത്രം കാണാൻ ശ്രമിക്കുന്നതാണ് പലരുടെയും പ്രശ്നം. അതെന്ന് പറയാം, കുഞ്ഞു കാര്യങ്ങൾ എൻ്റെ ജീവിതം ഇതോടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് അവർ പറയുന്ന കാര്യം വളരെ സില്ലി മാറ്റേഴ്സ് ആയിരിക്കും. പക്ഷേ നമ്മൾ അവരോട് തന്നെ, ഞാനപ്പം അവരെ കൊണ്ട് പുറത്തേക്ക് നോക്കിക്കും. നിങ്ങളുടെ സമൂഹത്തിലേക്ക് നോക്കൂ, നിങ്ങളുടെ ബന്ധുക്കളിലേക്ക് നോക്കൂ, ഇന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരില്ലേ എന്ന് ചോദിക്കുമ്പം അവർ ചിന്തിക്കും, ശരിയാണ്, ഇത് നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളതാണ് കേട്ടോ. പല ഉപനിഷത്തിലുമൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ശരിക്കും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ന് ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ ഡിപ്രഷനോ ആങ്സൈറ്റിയോ പോലെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളിൽ ഒന്ന് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഈ സാധനമാണ്. നേരത്തെ പറഞ്ഞ സംഭവം ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ ആദ്യം തുടങ്ങിയെടുത്ത സാധനമാണ്. ഇതിലെ ഒരു ചെറിയ തരി എടുത്തുകൊണ്ട് കൊണ്ടുപോയി ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. നമുക്കിത് ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതെ, അതാണ് അതിൻ്റെ. അതുപോലെ വേറൊരു കാര്യം ചോദിക്കുന്നത്, നമ്മുടെ ഈ കാലാവസ്ഥ, പിന്നെ അതുപോലെ ഭരണമാറ്റം, പിന്നെ ലോകയുദ്ധങ്ങൾ, ഇതൊക്കെ ഇരുന്ന് ചാനലുകളിൽ പ്രവചിക്കുന്ന. റീസെൻ്റായിട്ട് ഞാൻ കണ്ടൊരു കാര്യം, നമ്മുടെ ഒരു ഭയങ്കര വിഷമമുള്ളതായിരുന്നു, അർജുൻ ലോറിയിൽ പെട്ട് മണ്ണിൻ്റെ അടിയിലായി പോയത്. അപ്പം അർജുൻ ഇത്ര ദിക്കിന്ന് കിഴക്കോട്ട് സഞ്ചരിച്ച് ഇടത്തേക്ക് തിരിഞ്ഞ് ഈശാനുകോണിൽ അർജുൻ കിടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ജ്യോത്സ്യന്മാർ വന്നിട്ടുണ്ട്. അതിനോട് എന്താ ശരിക്കും? എപ്പോഴും ഈ ജ്യോതിഷികളെ ട്രോൾ ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇത് പ്രവചനമാണെന്ന് പറയുന്നവരെ കൊണ്ടാണ്. ഈ പ്രവചനമാണെന്ന് പറയുമ്പോഴാണ് നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം ഉണ്ടാകുമ്പം ഇവനിതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഇവ നാട്ടുകാരെ കണ്ടുപിടിക്കുന്നു എന്ന് പറയുന്നത്. ശരിക്കും വരുണെ, ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്രവചനമല്ല. ജ്യോതിഷം എന്ന് പറയുന്നത് സൂചനകളാണ്. മുൻകരുതലുകൾ എടുത്താൽ മാറ്റാൻ കഴിയുന്ന സൂചനകളാണ് ജ്യോതിഷം. ഇനി ഇത് കേൾക്കുമ്പോഴും തർക്കിക്കുന്ന ആളുകളുണ്ടാവും. ഈ പ്രവചനമാണ് എന്ന് പറഞ്ഞാൽ
ഒറ്റ ചോദ്യം. അപ്പൊ പിന്നെ എന്തിനാണ് അമ്പലം, എന്തിനാണ് വഴിപാടില്? കണ്ണി കൊള്ളാനുള്ള പുരുഷ. ഇപ്പൊ കണ്ടകശനി സമയത്ത് നിങ്ങൾ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി അർച്ചനയും നീരാജനം നടത്തുന്നത് എന്തിനാ? നിങ്ങൾക്ക് കണ്ടകശനിയുടെ കാഠിന്യം കുറയ്ക്കുക എന്നുള്ള അർത്ഥത്തില്ല. അപ്പൊ നിങ്ങൾക്കിത് പ്രവചനമാണ്. പ്രവചനം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ദിവസം ഇന്ന നിമിഷം ഇന്നത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ പ്രവചനം. അപ്പൊ പിന്നെ നിങ്ങൾ പരിഹാരം ചെയ്താലും അത് സംഭവിക്കണം, ചെയ്തില്ലെങ്കിലും അത് സംഭവിക്കണം. പരിഹാരം ചെയ്യുന്ന എന്തിനാ? കണ്ണിക്കൊള്ളാനുള്ള പുരുകത്തി കൊണ്ട്. അങ്ങനെ പറഞ്ഞാൽ അത് പ്രവചനമല്ല, സാധ്യതകളാണ്. സംഭവിച്ചേക്കാം, പക്ഷെ നിങ്ങൾ മുൻകരുതൽ എടുത്താൽ. ഇതാണ് ജ്യോതിഷം. അപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷം, ഈ ഒരു വർഷം നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് തൊട്ട് മുമ്പ് മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സാമ്പത്തികമായ ഇടപാടുകൾ ശ്രദ്ധിക്കണം, ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്ന് മാറി നിൽക്കണം, പണം വെച്ചുള്ള ഗാംബ്ലിംഗ് എല്ലാം നിങ്ങൾ മാറ്റണം. ഇതാണ് സൂചനകൾ, ഇതാണ് ജ്യോതിഷം. പ്രവചനമാണെങ്കിൽ നിങ്ങൾ നശിച്ചു പോകണം, നിങ്ങളുടെ സാമ്പത്തികം മൊത്തം തകരണം, നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും സംഭവിക്കണം. അതല്ല, അങ്ങനെയാണ് പരിഹാരം. അമ്പലങ്ങളിൽ പിന്നെ എന്തിനാ പോകുന്നത്? അതെ, ഇവർ പ്രവചനമാണെന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിൽ പോകാൻ ഇവർ പറയരുത്, പരിഹാരം ചെയ്യാനും പറയരുത്. പൂജ നടത്തി ഞാൻ മാറ്റി തരാമെന്ന് പറഞ്ഞാൽ പ്രവചനം അല്ലെന്ന് ഇവർ തന്നെ പറയില്ലേ? സംഭവിക്കും. അത് പ്രവചനങ്ങൾ സംഭവിച്ചിരിക്കണം, സൂചനകൾ സംഭവിക്കേണ്ട. അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ. അപ്പോൾ എന്തായാലും ചേട്ടാ, ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമുക്കൊരു കുട്ടി ഉണ്ടായാൽ അതിനെ എങ്ങനെ വളർത്തി ബിൽഡ് ചെയ്ത് എടുക്കണം എന്നുൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എനിവേ, ഇത്രയും വാല്യബിൾ ആയിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്.